ജമാഅത്തെ ഇസ്ലാമി സിമിക്ക് രൂപം കൊടുക്കുന്നത്. അവർ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നാണ്. അത് 80കളിലാണ്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞതിന്റെ കുറച്ചുകൂടി തുറന്നു പറച്ചിലായിരുന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന്റെ മുമ്പ് SDPIയുടെ നേതാവ് പറഞ്ഞത് 2047 ഞങ്ങൾ ഇന്ത്യ ഭരിക്കുമെന്ന് പറഞ്ഞത്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അതിഭീകരമായ ഈ ഇസ്ലാമിക് പൊളിറ്റിക് ഇസ്ലാമിന്റെ രൂപവും അതിന്റെ ഊർജവും നൽകുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ് സിമിക്ക് രൂപം നൽകിയത്. ആ സിമിയുടെ പ്രവർത്തനമനുസരിച്ച് 30 വയസ്സ് വരെയാണ് അതിനകത്ത് പ്രവർത്തിക്കുക. ആ 30 വയസ്സ് വരെ സിമിയിൽ പ്രവർത്തിച്ചവര് മറ്റ് സംഘടനകളിലേക്ക്, സാമൂഹിക സംഘടനകൾക്ക്, രാഷ്ട്രീയ സംഘടനകൾക്ക് ചേക്കേറുമെന്നാണ് അവർ തന്നെ പറയുന്നത്. അതിന്റെ നഗ്നമായ ഒരു സത്യമാണ് ഈ അടുത്ത കാലത്ത് നിയമസഭയിൽ ഉണ്ടായൊരു വാഗ്വാദം. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം നിയമസഭയിൽ KT ജലീലിനെ കാണിച്ചുകൊണ്ട് CPM-മാരോട് പറഞ്ഞു, ഇവൻ കാലുമാറും. KT ജലീലിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇവൻ കാലുമാറും, ഇവൻ ഒറ്റുകൊടുക്കുന്നവനാണ് എന്നാണ് നജീബ് കാന്തപുരം പറഞ്ഞത്. നജീബ് കാന്തപുരം പറഞ്ഞു, ഇവൻ പഴയ സിമിയുടെ നേതാവാണ്. ഇവൻ സിമിയിലെ ഒറ്റുകൊടുത്തുകൊണ്ടാണ് മുസ്ലിം ലീഗിൽ വന്നത്. മുസ്ലിം ലീഗിനെ ഒറ്റുകൊടുത്തുകൊണ്ടാണ് നിങ്ങളോടൊപ്പം വന്നത്. അതുകൊണ്ട് CPM-കാരെ ഇവനെ വിശ്വസിക്കേണ്ട എന്ന് നജീബ് കാന്തപുരം KT ജലീലിന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ ക്രമം തെറ്റി KT ജലീൽ എഴുന്നേറ്റ് നിന്ന് ഭയങ്കര ക്രോധത്തോടുകൂടി KT ജലീൽ പലതും വിളിച്ചു പറഞ്ഞു. KT ജലീൽ വിളിച്ചു പറഞ്ഞു, ഞാനൊരു സാധാരണ നേതാവായിരുന്നു സിമിയുടെ. നിങ്ങളുടെ നേതാക്കന്മാരാണ് സിമിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരായവരാണ് നിങ്ങളുടെ ആ അടിയിൽ അണിനിരക്കുന്നത് എന്ന് KT ജലീൽ വിളിച്ചു പറഞ്ഞു. പരസ്പരം പോരടിച്ചപ്പം വിളിച്ചു പറഞ്ഞതാണ്. ഞാനിത് സൂചിപ്പിച്ചത്, ഞാൻ പറഞ്ഞ സിമി എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലത്തിൽ നിന്ന് പേരെടുത്ത് വന്ന, അതിൽ നിന്ന് വളർന്നു വന്നവരാണ് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിലും മുസ്ലിം ലീഗിലും കോൺഗ്രസിലും വരെ പ്രവർത്തിക്കുന്ന ബഹുഭൂരിപക്ഷം മുസ്ലിം രാഷ്ട്രീയ നേതാക്കളും എന്ന ഒരു നഗ്നമായ യാഥാർത്ഥ്യമാണ് KT ജലീലും നജീബ് കാന്തപുരത്തിന്റെ ആ പ്രസ്താവനയിലൂടെ പുറത്തു വന്നത്. ഇന്ന് സിമിയുടെ പ്രൊഡക്റ്റാണ് കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും. നമ്മൾ ഇനിയും തിരിച്ചറിയേണ്ടിയിരിക്കുന്ന പല ആൾക്കാരെയും. അടുത്ത ദിവസം തളിപ്പറമ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സമ്മേളനത്തിൽ കോഴിക്കോട്ടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ ഒരു സത്യം വിളിച്ചു പറഞ്ഞു. മോഹൻ മാസ്റ്റർ ഒരു സത്യമാണ് വിളിച്ചു പറഞ്ഞത്. മെക്സവൻ ശ്രദ്ധിക്കണം. ഇപ്പോ മലബാറിന്റെ ഭാഗങ്ങളിൽ ഒരു വ്യായാമ പരിശീലനവുമായി ഇറങ്ങിപ്പുറപ്പെട്ട മെക്സവൻ അതിന്റെ പിന്നിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടുകാരനാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്, അതിന്റെ പിന്നിൽ മുസ്ലിം തീവ്രവാദമുണ്ട് എന്ന് പരസ്യമായി CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി തളിപ്പറമ്പിലെ ഏരിയ കമ്മിറ്റി യോഗത്തിൽ പ്രസംഗിച്ചു. വാർത്തയായി കേരളം മുഴുവൻ. നിങ്ങൾക്ക് CPM-നെ അറിയാലോ. പണ്ടത്തെ CPM-നെതിരെ ആരൊക്കെയാ ശ്രദ്ധിക്കുക? ആ CPM-ന്റെ കോഴിക്കോട്ട് ജില്ലാ സെക്രട്ടറി അറിയപ്പെടുന്ന മോഹനൻ മാസ്റ്റർ പ്രസംഗിച്ച് ആ പ്രസംഗത്തിന്റെ ശബ്ദം അവസാനിക്കുന്നതിന് മുമ്പ് മോഹൻ മാസ്റ്റർ വെല്ലുവിളിച്ചതാരാന്നറിയോ? INL-ന്റെ നേതാവ്. 4 ആള് തികച്ചെടുക്കാനില്ല. INL-ന്റെ മുൻ മന്ത്രി ആ അഹമ്മദ് ദേവർകോവിൽ പറയാണ്, CPM നേതാവിന്റെ പ്രസ്താവന പിൻവലിക്കണം, തെറ്റാണ്. അപ്പോഴൊന്നും മോഹനം കുലുങ്ങിയില്ല, CPM കുലുങ്ങിയില്ല. അധികം വൈകാതെ കേരളത്തിലെ പാർട്ടിയെ ഇന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസ് അത് തെറ്റാണ് എന്ന് പരസ്യമായി മെക്സവനെ പിന്തുണച്ചുകൊണ്ട് ആ മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനമാണെന്ന് മോഹനൻ മാസ്റ്റർ പറഞ്ഞതിനെ തൃണവൽഗണിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസ് അത് തിരുത്താൻ ആവശ്യപ്പെട്ടു. അത് തിരുത്തി. അവസാനം മോഹനൻ മാസ്റ്റർ പിറ്റേന്ന് വാലും ചുറ്റി മടങ്ങി. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ, പഴയ CPM ആയിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇന്ന് INL-കാരൻ പേടിപ്പിച്ചാൽ പേടിക്കുന്ന അവസ്ഥയിലേക്ക് CPM എന്ന് പറയുന്ന ഈ ആലപ്പുഴയിലെ ആന പാർട്ടി തരംതാന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഈ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ശക്തി കണ്ടിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതാണ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ വധത്തിന്റെ പിന്നിലെ രാഷ്ട്രീയവും സാമൂഹികമായ മാറ്റം എന്ന് നമ്മൾ മനസ്സിലാക്കണം. 90കളിൽ നമ്മൾ പറഞ്ഞു, ഈ രാജ്യത്ത് തീവ്രവാദം ശക്തിപ്പെടുന്നു, കേരളം അതിന്റെ കേന്ദ്രമാവുന്നു. കാശ്മീരിനോടൊപ്പം ഇന്ന് കേരളം കാശ്മീരാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് ആരും ശ്രദ്ധിച്ചില്ല. ആരും ശ്രദ്ധിക്കാത്തതല്ല, അറിഞ്ഞിട്ടും അറിയാതെ നടിച്ചതാണ്. 90കളിലാണ്
കേരളത്തിലെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ മലബാറിലെ സിനിമാ തിയേറ്ററുകൾ കത്തിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായത്. ഇന്നത്തെ തലമുറക്ക് അറിയില്ല. ഓരോ സിനിമാ തിയേറ്ററുകളും സിനിമ ഇസ്ലാമിന് ഹറാമാണ്. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ കുറെ കൂടുതൽ പറയേണ്ടി വരും. എന്നാൽ സിനിമ കൊണ്ട് പൈസ ഉണ്ടാക്കുന്നവരാ? മട്ടാഞ്ചേരി ലോബിയാരാ? ഈ കേരളത്തിന്റെ സിനിമ അടക്കി വായുന്നവരാരാ? എല്ലാം ഇസ്ലാമാണ്. പക്ഷെ സിനിമ ഇസ്ലാമിന് ഹറാമാണ്. അതുകൊണ്ടാണ് സിനിമാ തിയേറ്ററുകൾ കത്തിച്ചത്. മലപ്പുറത്ത് 200ഓളം സിനിമാ തിയേറ്ററുകളാണ് സിനിമാ കൊട്ടകകൾ, പഴയ ഓല ടാക്കീസുകൾ സിഗരറ്റ് ബോംബ് വെച്ച് കത്തിച്ചു. ആ സമയത്ത് തന്നെയാണ് കോഴിക്കോടിന്റെയും മലപ്പുറത്തിന്റെയും അതിർത്തിയിലെ കടലുണ്ടി പുഴയുടെ അടിസ്ഥാനത്ത് പുഴയിലെ അടിയില്, പാലത്തിന്റെ അടിയില് ഉഗ്ര ശേഷിയുള്ള പൈപ്പ് ബോംബുകൾ കണ്ടെത്തുന്നത്. കേരളം തീവ്രവാദത്തിന്റെ പറുദീസയായി മാറുന്നു എന്ന നമ്മൾ പറയുന്നതിലേക്ക് ശരിവെക്കുന്ന കാരണങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് അതിനോടടുത്താണ് കോഴിക്കോട്ടെ ബസ് സ്റ്റാൻഡില്, പുതിയ ബസ് സ്റ്റാൻഡിലും KSRTC ബസ് സ്റ്റാൻഡിലും ഒരു ബോംബ് സ്ഫോടനം പരീക്ഷണം നടത്തിയതാണ്. ആളുകൾ കൊല്ലാനല്ല, അത് ടൈമർ ബോംബ് എങ്ങനെ പൊട്ടിക്കാമെന്നുള്ളൊരു പരിശീലനം നടത്തിയതാണ്. അതിന്റെ അന്വേഷണത്തിന് പോയ ആളുകൾ കണ്ടെത്തിയത് അതിനേക്കാൾ മുമ്പേ മഞ്ചേരിയിലെ ഗ്രീൻ വാലിയിൽ പരിശോധിച്ചിട്ടുണ്ടെന്നാണ്. ബോംബ് സ്ഫോടനം നടന്നു. അപ്പോഴൊക്കെ തീവ്രവാദത്തിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അക്കാലത്ത് ഇന്നത്തെ പല ആളുകൾക്ക് ഓർമ്മയുണ്ടാവും. ആ കാലത്ത് അജ്ഞാതരായ ആളുകൾ കൊല്ലുന്ന സംഭവങ്ങൾ. ചാമിയെ, BJP പ്രവർത്തകനായ വളാഞ്ചേരിയിലെ ചാമി ഹരിജനാണ്. മണികണ്ഠൻ ഗുരുവായൂരിലെ, അങ്ങനെ നിരവധി ആളുകളുടെ കൊലപാതകം നടക്കുന്നു. ആ കൊലപാതകത്തിന്റെ പിന്നിലുള്ള ആളുകളെ പിന്നീട് കണ്ടെത്തി. ചേകന്നൂർ മൗലവി, പ്രമുഖരായ ആളുകളെ അക്കാലത്ത് കൊന്നൊടുക്കി. അതിന്റെ പിന്നിൽ അന്നത്തെ മദനിയുടെ ISSഉം പിന്നീട് രൂപം പാലിച്ച സുന്നി ടൈഗർ ഫോഴ്സും PDPയും എല്ലാം അതിന്റെ പിന്നിലുണ്ട്. അന്നൊക്കെ ഈ കേരളം മാറി മാറി ഭരിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും ഇതിനൊക്കെ ഒരു ലാഘവത്തോടെ കണ്ടതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഇത്തരം ഒരു ശക്തിയായി പരിണമിച്ചു വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കേരളം തീവ്രവാദത്തിന്റെ പറുദീസയാണെന്ന് നമ്മൾ പറയുമ്പോൾ അത് അംഗീകരിക്കാത്തവർക്കും അംഗീകരിക്കേണ്ടി വന്ന സംഭവമാണ് കാശ്മീരിലെ കുപ്വാരയിൽ ഉണ്ടായത്. 2007-08 ഈ കേരളത്തിൽ നിന്നടക്കം കുറെ ആളുകൾ പാകിസ്ഥാനിൽ തീവ്രവാദ പരിശീലനത്തിന് പോയി. അവർ ഇന്ത്യയിലെ അതിർത്തിയിൽ BSF ജവാന്മാരുടെ വെടിയേറ്റ് മരിച്ചു. വലിയ വാർത്തയായിരുന്നു. 8-9 പേര് മരിച്ചു. ആ മരിച്ചവരെ പരിശോധിച്ചപ്പോ അതിൽ വെടിയേറ്റ് വീണ ഒരാളുടെ പോക്കറ്റിൽ കർണാടകത്തിൽ ബാംഗ്ലൂരിൽ സഞ്ചരിച്ചതിന്റെ ബസിന്റെ ടിക്കറ്റ്, നമ്മളെ ഇവിടുത്തെ ബസ് ടിക്കറ്റ് വരില്ല, ആ കർണാടകത്തിന്റെ ബസ് ടിക്കറ്റിൽ ആ ദിവസം യാത്ര ചെയ്യുന്ന ദിവസത്തിന്റെ ഡേറ്റ് ഉണ്ട്, സമയവുമുണ്ട്. ആ അടിച്ചു കൊടുക്കുന്ന ടിക്കറ്റ് മെഷീനിൽ അത് പരിശോധിച്ച കർണാടകക്കാരായ പോലീസ് ഉദ്യോഗസ്ഥൻ പട്ടാളക്കാർക്ക് മനസ്സിലായി ഇവർ കർണാടകത്തിൽ യാത്ര ചെയ്തു. അതിന്റെ ഡേറ്റും സമയവും ഒക്കെ പരിശോധിച്ചപ്പോ അതൊരു സ്ഫോടനം നടന്ന ദിവസമാണ് ബാംഗ്ലൂരിൽ. ആ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയതിന്റെ ടിക്കറ്റാ. അവിടെ നിന്ന് പോയി പിന്നീട് അവര് ഹൈദരാബാദ് വഴി കാശ്മീർ കടന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്നതിന്റെയോ വരുന്നതിന്റെ സമയത്താണ് പട്ടാളത്തിന്റെ വെടിയേറ്റ് മരിക്കുന്നത്. ആ മരണപ്പെട്ടവരിൽ 4 പേർ മലയാളികളാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ പറഞ്ഞത് ശരിയാണെന്ന് ഇവിടുത്തെ ഒട്ടുമിക്ക ആളുകളും ശരിവെക്കുന്നത്. കേരളം തീവ്രവാദത്തിന്റെ ഹബ്ബായി മാറിയിരിക്കുന്നു. കുപ്വാരയിൽ വെടിയേറ്റ് വെച്ച് 4 പേർ മലയാളികളായ ചെറുപ്പക്കാരാണ്. ആ സംഭവം വാർത്തകളായി. അതിലെ മരണപ്പെട്ട കണ്ണൂരിലെ ഒരാളെ മൃതദേഹം കാണാൻ അദ്ദേഹത്തിന്റെ ഉമ്മയെ വിളിച്ചപ്പോ അവര് പറഞ്ഞത്, എനിക്ക് ഈ തീവ്രവാദിയുടെ ശവം കാണണ്ടെന്നാണ് പറഞ്ഞത്. സ്വന്തം അമ്മ പോലും, പെറ്റമ്മ പോലും ഈ തീവ്രവാദിയുടെ രാജ്യദ്രോഹിയുടെ ശവം കാണണ്ട, മുഖം കാണണ്ട എന്ന് പറയുമ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ സോളിഡാരിറ്റി അക്കാലത്ത് ഇറക്കിയ ഒരു മുദ്രാവാക്യമുണ്ട്. സോളിഡാരിറ്റിയുടെ പേരിൽ യൗവനം പോരാടാനുള്ളതാണ്. പാകിസ്ഥാനിന്റെ അതിർത്തിയിൽ ഇന്ത്യ പട്ടാളത്തിന്റെ വെടിയേറ്റ് മരിച്ച ഈ രാജ്യദ്രോഹിയുടെ മുഖം എനിക്ക് കാണണ്ടെന്ന് പെറ്റ ഉമ്മ പറയുമ്പോൾ
അത് പോരാടാനുള്ളതാണെന്ന് പ്രചോദനം നൽകിയ ജമാഅത്തെ ഇസ്ലാമിയുടെ സോളിഡാരിറ്റിയെ നമ്മൾ തിരിച്ചറിയാതെ പോയതാണോ? ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇത് മനസ്സിലാക്കാതെ പോയതാണോ? ഈ കേരളം തീവ്രവാദത്തിലേക്ക് നടക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ആ സംഭവങ്ങളിലൂടെ. അതെന്തുകൊണ്ടാ? ഇവര് ഓരോ സമയത്തും ഒന്നിച്ചു നിൽക്കുന്നവരാ ഇതിനുവേണ്ടി. അത് മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടിയാണ്. രാജ്യത്തെ തകർക്കുന്ന ഇന്ന് വളരെ ഭീഷണമായ ഈ തീവ്രവാദ ശക്തികളെ കയറൂരി വിടാൻ അവർക്ക് വെള്ളവും വളവും നൽകി സഹായിച്ചത് ഈ കേരളം മാറി മാറി ഭരിച്ച കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരുമാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഇവരെ ആവശ്യത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കുന്നത് നമ്മൾ കണ്ടു ഒന്നിച്ചു നിൽക്കുന്നത് എവിടെയൊക്കെ? കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തിലെ പ്രതിയായി അബ്ദുൾ നാസർ മദനിയെ തമിഴ്നാട് ജയിലിൽ അടച്ചപ്പോ, തമിഴ്നാട്ടിലെ ജയിലിൽ കോയമ്പത്തൂർ സ്ഫോടന കേസിലെ പ്രതിയായി ജയിലിൽ അടച്ചപ്പോൾ തീവ്രവാദിയായ മദനിക്ക് വേണ്ടി പ്രമേയം പാസാക്കാൻ ഈ കേരളത്തിന്റെ നിയമസഭയിലെ 140 MLA-മാരും ഒന്നിച്ചു നിന്ന് അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി പ്രമേയം പാസാക്കാൻ ഈ തീവ്രവാദ കൂട്ടായ്മക്ക് കൂട്ടുനിൽക്കുന്ന കോൺഗ്രസുകാരെയും മാർക്സിസ്റ്റുകാരെയും നമ്മൾ കണ്ടതാണ്. അത് അവിടെ വെച്ച് നിർത്തിയില്ല. ഈ ഒന്നിച്ച് പ്രമേയം പാസാക്കൽ എത്രാമത്തതാ? അത് ഒന്നാമത്തതാണെങ്കിൽ രണ്ടാമത്തത് എവിടെയാ? CAA വിഷയം വന്നപ്പോഴും ഇതുപോലെ ഈ മുസ്ലിം തീവ്രവാദമായി ചിന്തിക്കുന്ന ശക്തികൾക്ക് വേണ്ടി ഈ കേരളത്തിന്റെ നിയമസഭയിൽ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി CAA ഇവിടെ നടപ്പാക്കില്ലെന്ന്. പിണറായി വിജയന്റെ അമ്മായിയപ്പന് ദാനം കിട്ടിയ സ്ഥലമാണ് കേരളം. ഇവിടെ നടപ്പാക്കില്ല എന്ന് വീണ്ടും നമ്മൾ എന്തു ഈ ഒന്നിച്ചു നിൽക്കാൻ എപ്പോഴാ? നമുക്കറിയാം, വഖഫ് വിഷയം വന്നു. മുനമ്പത്തെ 600-ലധികം കുടുംബങ്ങൾ അവനവന്റെ കിടപ്പാടവും കുടിലും നഷ്ടപ്പെട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ആരാധ്യനായ V. മുരളീധരൻ അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്.
ഏതായാലും ഞാനധികം നീട്ടുന്നില്ല. ഇവിടെ നമ്മൾ 90കളിൽ പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കപ്പെടുന്ന സംഭവങ്ങളാണ് പിന്നീടൊന്നും ഇങ്ങോട്ടുണ്ടായത്. ഈ ഇസ്ലാമിക തീവ്രവാദം പണം പിടർത്തിയാടുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും ഒളിഞ്ഞും തെളിഞ്ഞും അവരെ സഹായിക്കുന്നത് നമ്മൾ കണ്ടു. അതിന്റെ പേരിലാണ് വോട്ട് ബാങ്കാണത്. 2009-ലും 2011-ലും ഈ SCPIയുടെയും പോപ്പുലർ ഫ്രണ്ടുകാരന്റെയൊക്കെ പിന്തുണ UDFന് പരസ്യമായി കിട്ടിയിട്ടുണ്ട്. 2016-ലും 2021-ലുമൊക്കെ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ പിന്തുണ LDFനും കിട്ടിയിട്ടുണ്ട്. ഇന്നും കുറെ വർഷങ്ങളായി 10-15 വർഷങ്ങളായി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ LDFകാരനും UDFകാരനും SCPIയുടെ പിന്തുണയോടുകൂടി പല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയിലും ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഈ മുസ്ലിം വോട്ട് ബാങ്കിനെ പറയുന്ന പല സത്യങ്ങളും മറച്ചുവെക്കുകയാണ്. ഭരിക്കുന്ന കാലത്ത് അതാത് പാർട്ടി ഭരണത്തിൽ നിന്നുകൊണ്ട് ഇവരെ സഹായിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഷാമിയുടെയും ചേകന്നൂർ മൗലവിയുടെയും അതുപോലുള്ള ആളുകളുടെയും മരണങ്ങളുടെ അന്വേഷണങ്ങളൊന്നും എവിടെയും എത്തിയില്ല, എങ്ങും എത്താതെ പോയി എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനൊരു 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ഇത് മത്സരമാണ്. കോൺഗ്രസ് മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടിക്കൊണ്ട് മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഒരു മത്സരം നടത്തുമ്പോൾ ആ വോട്ട് ബാങ്ക് തട്ടിയെടുക്കാനുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നീക്കം പഴയ EMSന്റെ അടവ് നയമായി അന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. 1967 EMSന്റെ മന്ത്രിസഭയാണ് മലപ്പുറം ജില്ല ഒരു താലത്തിൽ വെച്ച് മുസ്ലിം ലീഗിന് കൈമാറിയത്. അന്ന് അതിനെതിരെ പ്രക്ഷോഭം നടത്തിയത് അന്നത്തെ ഭാരതീയ ജനസംഘമാണ്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടന്ന പ്രക്ഷോഭം ആ മലപ്പുറം ജില്ല കേരളത്തിനൊരു തീരാശാപമായി മാറുമെന്ന് അന്നേ ജനസംഘം മുന്നറിയിപ്പ് നൽകിയതാണ്. അതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മെക്സവനടക്കമുള്ള പുതിയ കാര്യങ്ങൾ നമ്മളെ സൂചിപ്പിക്കുന്നത്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദാനമാണ്. എല്ലാ കാലത്തും മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെ തന്നെയാണ്. 1921 നഗ്നമായ ഹിന്ദു കൂട്ടക്കൊലയെ മാപ്പിളകളെ ന്യായീകരിച്ചതും EM ശങ്കരൻ നമ്പൂതിരിപ്പാടും മാർക്സിസ്റ്റ് ബുദ്ധിജീവികളും തന്നെയാണ്. അതിനെ കർഷക സമരവും സ്വാതന്ത്ര്യ സമരവുമാക്കി വ്യാഖ്യാനിക്കപ്പെട്ടതും ഈ മുസ്ലിം തീവ്രവാദത്തിന് വളം വെച്ചു കൊടുത്തതും എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആലപ്പുഴയിലെ ആന പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഈ മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ്? അടിച്ചമർത്തപ്പെട്ടവന്റെ, അധികാരം നഷ്ടപ്പെട്ടവന്റെ, പാവപ്പെട്ടവന്റെ, അധ്വാനിക്കുന്നവന്റെ അത്താണിയായി മാറിയ മഹാരഥന്മാർ പടുത്തുയർത്തിയ ഈ മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തെ ഇന്ന് കൊള്ളക്കാരന്റെയും മയക്കുമരുന്ന് കടത്തുകാരന്റെയും തട്ടിപ്പുകാരന്റെയും ഒക്കെ കൈകളിലേക്ക് അടിയറ വെച്ച ഈ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് മാറിയിരിക്കുന്നു. എല്ലാം എന്ന് പറയാൻ പറ്റുമോ? ആരൊക്കെയാ മാർക്ക് തട്ടിപ്പുകാര്? സ്വന്തം സഹപ്രവർത്തകരായ സ്ത്രീകളുടെ നഗ്നചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ അവനതിനൊരു ചെറുവിരൽ അനക്കാൻ പോലും പാർട്ടിക്ക് സാധിക്കാത്ത അത്ര രീതിയിൽ മുസ്ലിം തീവ്രവാദത്തിന് അടിയറവെച്ചിരിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടി ഈ ആലപ്പുഴയിൽ. മയക്കുമരുന്നിന്റെ ഹോൾസെയിൽ കച്ചവടക്കാരൻ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയുടെ ബന്ധുവാണ്. അയാളുടെ വണ്ടിയാണ്. നടപടിയെടുക്കാൻ ഭരിക്കുന്നവർ മടിക്കുമ്പോൾ അത് എന്തിന്റെ പേരിലാണ്? ഈ ഇസ്ലാമിക വോട്ട് ബാങ്കിന്റെ പേരിലാണ്. ഈ തീവ്രവാദത്തെ പാലൂട്ടി വളർത്തിയത് ഈ മാർക്സിസ്റ്റുകാരനും കോൺഗ്രസുകാരനും മത്സരിച്ചാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. നിരവധി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാൻ ഞാൻ അതിലേക്കും കിടക്കുന്നില്ല. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഇതൊരു മതം മാത്രമല്ല. മതം മാത്രമാണെങ്കിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മാത്രമേ കൊല്ലൂ. ലോകത്ത് കൊന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ കൂടിയാണ്. ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം. പാകിസ്ഥാനിലെ പെഷവാറിലെ കൊച്ചയിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ സ്ഫോടനം നടന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ജുമാ നമസ്കരിക്കുന്ന മോസ്കിലാണ്, ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയ മോസ്കിലെ വെള്ളിയാഴ്ച ഉച്ചക്കുള്ള ജുമാ നമസ്കാരത്തിന്റെ ഇടയിൽ 5 ചാവേറുകൾ സ്വയം പൊട്ടിത്തെറിച്ചു. 200 പേര് മരിച്ചു. 200 പേര് മരിച്ചു. ആ 200 പേരും മരിച്ചത് അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ, ജുമാക്ക് നമസ്കരിക്കാൻ പള്ളിയിൽ പോയപ്പോൾ. ആ പൊട്ടിത്തെറിച്ച ചാവേറുകളെ അയച്ച സംഘടന പത്രക്കാരെ വിളിച്ചുകൂട്ടി പറഞ്ഞു, ഞങ്ങൾ അള്ളാന്റെ ജിഹാദ് നടപ്പിലാക്കി. ഒരു കൂട്ടര് പറയുന്നു ഞങ്ങൾ അള്ളാന്റെ ജിഹാദ് നടപ്പിലാക്കിയെന്ന്. മറ്റവരോ പാവം അള്ളാഹ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയവരാ, അള്ളാഹുവിനോട് ദയ അഭ്യർത്ഥിച്ച് ജുമാ നമസ്കരിക്കാൻ പോയവരാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മതമല്ല, മതം ആത്മീയതയിലേക്കാണ്. ഇത് മതമല്ല, ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ, ഇന്ന് ലോകം തിരിച്ചറിയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാണ്. അധികാരം പിടിച്ചെടുക്കാനുള്ളതാണ്. മാത്രമല്ല നമുക്കറിയാം അഫ്ഗാനിസ്ഥാന്റെ ഒരു മുമ്പത്തെ ചരിത്രമുണ്ട്, അതുകൂടി ഞാൻ സൂചിപ്പിക്കാം.
80കളിൽ നമ്മൾ കേരളത്തിലേക്ക് കണ്ടിട്ടുണ്ട്. റഷ്യൻ ചെമ്പട അഫ്ഗാൻ വിടുക, റഷ്യയുടെ കീഴിലാണ് അഫ്ഗാൻ. റഷ്യൻ ചെമ്പട അഫ്ഗാൻ വിടുക, ആ മുദ്രാവാക്യത്തിന്റെ പിന്നിൽ സിമി ആയിരുന്നു. സിമിയുടെ പേര് വെച്ചാണ് ആ മുദ്രാവാക്യം. അന്ന് സിമി വന്ന സമയം റഷ്യൻ ചെമ്പട അഫ്ഗാൻ വിടുക. ആ റഷ്യൻ ചെമ്പട അഫ്ഗാൻ വിട്ടുപോയി. അഫ്ഗാൻ വേറെ മുദ്രാവാക്യം കണ്ടിട്ടല്ല, അവർ അഫ്ഗാനിന്റെ ഭരണം ഒഴിവാക്കി പോയി. പോകുമ്പോ ഡോക്ടർ നജീബുള്ള എന്ന് പറയുന്ന ഒരു സഖാവിനെ ഭരണം ഏൽപ്പിച്ചു. സഖാവ് ഡോക്ടർ നജീബുള്ള അഫ്ഗാന്റെ ഭരണത്തിൽ വന്നു. റഷ്യൻ ചെമ്പട പൂർണ്ണമായി പിൻവാങ്ങി നജീബുള്ള ഭരണം തുടങ്ങി. ഒരു മാസം തികയുമ്പോ അഫ്ഗാൻ ജനത കണ്ടത് ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിൽ ഇലക്ട്രിക് പോസ്റ്റിൽ തൂങ്ങുന്ന വികൃതമായ ഡോക്ടർ നജീബുള്ളയുടെ മൃതശരീരമാണ്. ലിംഗം ഛേദിച്ച് വികൃതമാക്കിയ സഖാവ് ഡോക്ടർ നജീബുള്ളയുടെ മൃതദേഹമാണ്. ഞാനിത് സഖാക്കൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇസ്ലാമിക തീവ്രവാദത്തെ അല്ലാതെ അങ്ങ് ആഗ്രഹിച്ചാല് ബംഗ്ലാദേശിലും അവരാദ്യം കൊന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ ഡോക്ടർ നജീബുള്ളയെ ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിത്തൂക്കി. പഠിച്ചാൽ ഡോക്ടർ എക്മത്യാറും റഫ്സൻജാനിയും മുല്ലാ ഉമറും 20 കൊല്ലം അഫ്ഗാനിസ്ഥാനെ ഭരിച്ചു. ഈ 20 കൊല്ലം 2 ദശകം അഫ്ഗാനിസ്ഥാനിലെ 3.5 കോടി ജനസംഖ്യയിൽ 50 ലക്ഷം പേരെ കൊന്നൊടുക്കി. ഹിന്ദുക്കളല്ല, ക്രിസ്ത്യാനികളല്ല, മുസ്ലിങ്ങളെ. ഈ മുല്ലാ ഉമറും ഹെക്മത്യാറും റഫ്സൻജാനിയുടെയും 20 കൊല്ലത്തെ ഭരണത്തിൽ 50 ലക്ഷം മുസ്ലിങ്ങളെ കൊന്നൊടുക്കി. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്, മതമല്ല. 50 ലക്ഷം പേരെ കൊന്നൊടുക്കുമ്പോൾ ഏതാണ്ട് 50 ലക്ഷം പേരുടെ അംഗവൈകല്യം വന്നു. എങ്ങനെയാണെന്നറിയോ നിങ്ങൾ? പുറത്ത് നടക്കുമ്പോൾ മുഖം കാണിച്ചതിന് വിരല് പുറത്തു വന്നതിന്, പർദ്ദക്കുള്ളിൽ നിന്ന് പുറത്തു വന്നതിന് വിരലും കാലിന്റെ വിരലും ഛേദിച്ച 50 ലക്ഷം പേര്. അത്രക്ക് ഇസ്ലാമികമായ തീവ്രവാദം നമ്മൾ കണ്ടു. അഫ്ഗാനിസ്ഥാൻ കൊന്നത് ഇസ്ലാമികളെയാണ്. ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ അടക്കം കൊല്ലപ്പെടുന്നതും ഇസ്ലാം തന്നെയാണ്. അൾജീരിയയിലും യമനിലും സിറിയയിലുമൊക്കെ കൊല്ലപ്പെടുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളല്ല, മുസ്ലിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് മതം മാത്രമല്ല, ഇതൊരു അധികാരം പിടിച്ചെടുക്കാനുള്ള തീവ്രവാദ ശ്രമത്തിന്റെ, അതാണ് ജമാഅത്തെ ഇസ്ലാമി വിഭാവനം ചെയ്ത ഈ സംഭവങ്ങൾ. ആ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അതിന്റെ അപജയം കൊണ്ട് എത്തിച്ചേർന്ന് നിൽക്കുന്നത് ഈ മാർക്സിസ്റ്റ് തീവ്രവാദത്തിൽ, ഈ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ തടവറയിലാണ് എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യം മാറണമെങ്കിൽ കടന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇപ്പോ നമ്മൾ കണ്ടതാണ്, മലബാർ ഭാഗത്ത് വ്യാപകമായി പലസ്തീന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, പലസ്തീന് വേണ്ടി റാലി നടത്താൻ ഇവർ പരസ്പരം മത്സരിക്കുകയായിരുന്നു. ഇവർക്കറിയാം പലസ്തീന് വേണ്ടിയല്ല, പലസ്തീനുമായിട്ടല്ല ഇസ്രായേൽ പ്രശ്നം. ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് ഹമാസുമായാണ്. പലസ്തീനും ഹമാസും രണ്ടും രണ്ടാണ്. ഹമാസ് മുസ്ലിം തീവ്രവാദ സംഘടനയാണ്. ഇവർ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് ഹമാസ് എന്ന് പറഞ്ഞ മുസ്ലിം തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ടിയാണ്. ആ ഹമാസിന് വേണ്ടി റാലി നടത്തുന്നവർ, മത്സരിച്ച് റാലി നടത്തുന്ന വി.ഡി. സതീശനും പിണറായി വിജയനും, മലബാറിലെങ്ങാനും കുറേ റാലിയാണ് നടന്നത്. ആ റാലി നടത്തുന്ന വി.ഡി. സതീശനും പിണറായി വിജയനും ഇവർ ഉൾക്കൊള്ളുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇന്ന് തൊട്ടയൽപക്ക രാജ്യമായ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ച് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അവിടെ ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്നു, അവരുടെ ആരാധനയങ്ങൾ അഗ്നിക്കിരയാക്കുന്നു, അവിടുത്തെ സ്ത്രീ സമൂഹത്തെ മാനഭംഗപ്പെടുത്തുന്നു, ആട്ടിയോടിക്കപ്പെടുന്നു അവിടുത്തെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും. അത് കണ്ടിട്ട് ഒരക്ഷരം ഉരിയാടാൻ ഈ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തയ്യാറാവുന്നില്ല. ഇതിന്റെയൊക്കെ കേന്ദ്രം കേരളമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു 90കളിൽ കേരളം കാശ്മീരാവുന്നു. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയവരാണ്. അത് ഇന്ന് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 2004 വരെ മുതൽ 14 വരെ ഇന്ത്യയിൽ നടന്ന UPA ഭരണകാലത്താണ് നമുക്കെല്ലാവർക്കും ഓർമ്മ, ഈ രാജ്യത്തെ മുഴുവൻ നഗരങ്ങളിലും വലിയ വലിയ ബോംബ് സ്ഫോടനങ്ങൾ നടന്നു. ആ ബോംബ് സ്ഫോടനങ്ങൾ നടന്നപ്പോൾ അതിന്റെ അന്വേഷണത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്നെത്തിയതൊക്കെ കേരളത്തിലാണ്. അഹമ്മദാബാദിലെ, ജയ്പൂരിലെ, സൂറത്തിലെ, ഡൽഹിയിലെ സ്ഫോടനങ്ങളിലെ പ്രതികളെ ഇവിടെ നിന്നാണ് പൂച്ചയെ തൂക്കിക്കൊണ്ടുപോകുന്നത് പോലെ ഈ കേരളത്തിലാണ് കൊണ്ടുപോയത്. നേരത്തെ സൂചിപ്പിച്ച കോയമ്പത്തൂർ സ്ഫോടനത്തിലെ പ്രതികളെയും മിക്കവാറും അറസ്റ്റ് ചെയ്തത് കേരളത്തിൽ നിന്നാണ്. എല്ലാവർക്കും സ്വാധീനമുള്ളമായി തീവ്രവാദികളുടെ ഹബ്ബായി കേരളം അന്നേ മാറി തുടങ്ങിയിരിക്കുന്നു. ആ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തപ്പോഴാണ്
ജയ്പൂർ സ്ഫോടനത്തിന്, അഹമ്മദാബാദ് സ്ഫോടനത്തിലെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോഴാണ് വാഗമണ്ണിലെ ക്യാമ്പ് നടന്ന വിവരം അറിയുന്നത്. അങ്ങനെ നിരവധിയായ സംഭവങ്ങൾ പുറത്തു വരുന്നത്. ഇന്ന് നൂറുകണക്കിന് സ്ഫോടന കേസുകളിൽ പ്രതിയായി ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് വധശിക്ഷയും ജീവപര്യന്തവും കാത്തുകഴിയുന്ന ആളുകളിൽ നൂറുകണക്കിന് ആളുകൾ മലയാളികളാണെന്ന് പറയുമ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ച തിയേറ്റർ കത്തിക്കൽ തുടങ്ങിയ ആ കേരളത്തിലെ തീവ്രവാദ പ്രസ്ഥാനം ഇന്ന് വളർന്നു വന്നിരിച്ച് അത് തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ആന്ധ്രയിലേക്കും വ്യാപിപ്പിച്ചത് ഈ കേരളത്തിൽ നിന്നാണ്. ഈ കേരളം തീവ്രവാദത്തിന്റെ ഹബ്ബായി മാറിയിരിക്കുന്നു എന്നതാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്ന രഞ്ജിത്ത് ശ്രീനിവാസന്റെ മൂന്നാമത് ബലിദാന ദിനാചരണത്തിന്റെ കാലികവും സാമൂഹ്യവും രാഷ്ട്രീയവുമായ പ്രസക്തി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. ഈ സദസ്സിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി ബിജെപിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി വിമൽ രവീന്ദ്രനെ ആദരപൂർവ്വം ക്ഷണിക്കും. പ്രിയമുള്ളവരെ, 3 ആണ്ടുകൾക്ക് മുമ്പ് ഇതേ ദിനത്തിലാണ് നമ്മളോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ, ഏറെ പ്രിയപ്പെട്ട നമ്മുടെ രഞ്ജിത്തേട്ടന്റെ വിയോഗം. പോപ്പുലർ ഫ്രണ്ട് മതഭീകരവാദികൾ നമ്മുടെ തീരദേശ ഭൂമിയുടെ ആ നിറചൈതന്യത്തെ തല്ലിക്കെടുത്തിയപ്പോൾ രഞ്ജിത്തേട്ടനെ ഓർക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വതസിദ്ധമായ ശൈലി കൊണ്ട്, അദ്ദേഹത്തിന്റെ പെരുമാറ്റം കൊണ്ട് സമൂഹത്തിലെ നാനാ തുറകളിൽ താമസിക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള മഹാനായ വ്യക്തിത്വമാണ് രഞ്ജിത്തേട്ടൻ. ആലപ്പുഴയുടെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ നിറഞ്ഞ സാന്നിധ്യം, മികച്ച അഭിഭാഷകൻ, മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെ അടക്കം തന്നെ ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് തീരഭൂമിയുടെ കാവൽക്കാരനായി, നമുക്കെല്ലാവർക്കും അഭിമാനമായി, എല്ലാവർക്കും മാതൃകയായി, ഉദാത്ത ജീവിതമായി, ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ട പ്രവർത്തനങ്ങളിലൂടെ നമുക്കെന്നും ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ ജ്യേഷ്ഠ സഹോദരനെ ഈ സമയത്ത് നമുക്ക് അനുസ്മരിക്കാം. ഇന്ന് ഈ അനുസ്മരണ സായാഹ്നത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറെ ആദരണീയമായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ, സഹപ്രവർത്തനം കൂടിയായിട്ടുള്ള ശ്രീ MV ഗോപകുമാർജി യോഗത്തിന്റെ പേരിൽ ഹാർദവമായി സ്വാഗതമരുളുന്നു. ഇന്ന് ഈ ജനജാഗ്രതാ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയും ഈ ഭീകരവാദ പോരാട്ടങ്ങൾക്കെതിരെ പാർലമെന്റിനകത്തും പുറത്തും സന്ധിയില്ലാത്ത പോർമുഖങ്ങൾ തീർത്ത നമ്മുടെ എല്ലാവരുടെയും ആദരണീയനായിട്ടുള്ള മുരളിയേട്ടൻ ശ്രീ വി മുരളീധരൻജിയെ ഈ യോഗത്തിന്റെ പേര് ഹാർദവമായി സ്വാഗതപ്പെടുന്നു. ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തിയ സഹപ്രവർത്തകൻ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻജി യോഗത്തിന്റെ പേരിൽ സ്വാഗതമരുളുന്നു. OBC മോർച്ചയുടെ പ്രിയങ്കരനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ NB രാധാകൃഷ്ണേട്ടനെ യോഗത്തിന്റെ പേരിൽ ഹാർദവമായി സ്വാഗതമരുളുന്നു. പാർട്ടിയുടെ മുതിർന്ന നേതാവ്, ദേശീയ കൌൺസിൽ അംഗം ശ്രീ വെള്ളിയാവളം പരമേശ്വരേട്ടനെ യോഗത്തിന്റെ പേരിൽ ഹാർദവമായി സ്വാഗതമരുളുന്നു. പാർട്ടിയുടെ സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് വാചസ്പതി അവരെ സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ദക്ഷിണമേഖലാ അധ്യക്ഷൻ ശ്രീ K സോമൻജിയെ യോഗത്തിന്റെ പേരിൽ ഹാർദവമായി സ്വാഗതമരുളുന്നു. സഹപ്രവർത്തകൻ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അരുണൻ, OBC മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പൂങ്കുളം സതീഷ്, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പറും പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള ശ്രീ ഷോൺ ജോർജ് അവർ, സംസ്ഥാന സമിതി അംഗമായി നമ്മുടെ പ്രവർത്തനത്തിൽ എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയ സഹോദരൻ ശ്രീ ബിപിൻ സി ബാബു, ശ്രീ PK ഇന്ദുചൂടൻ, ശ്രീ സജു ഡക്കലിൽ, അഡ്വക്കേറ്റ് KV ഗണേഷ് കുമാർ, അഡ്വക്കേറ്റ് PK ബിനോയ്, ശ്രീ മധുസൂദനൻ, ശ്രീ G വിനോദ് കുമാർ, ശ്രീ ശ്യാംകൃഷ്ണൻ, ശ്രീ KV മോഹൻ ബാബു, ശ്രീ PK വാസുദേവൻ, ശ്രീമതി ജയശ്രീ, ശ്രീ സജു കുരുവിള, ശ്രീ CA പുരുഷോത്തമൻ, ശ്രീ KG കർത്ത, ഡോക്ടർ ഗീത അൽകുമാർ, ശ്രീമതി പൊന്നമ്മ, ശ്രീ K പ്രദീപ്, ശ്രീ പാറയിൽ രാധാകൃഷ്ണൻ, ശ്രീ കൊട്ടാരം ഉണ്ണികൃഷ്ണൻ അവർ,
ശ്രീ മടത്തിൽ ബിജു, ശ്രീ സജീവ് ലാൽ, പാലമറ്റം വിജയകുമാർജി, ശ്രീ എം വി രാമേന്ദ്രൻ, ശ്രീ വിളിക്കട രമേശ്, ശ്രീ കെ സഞ്ജു അടക്കമുള്ള പ്രിയ സഹപ്രവർത്തക സഹോദരന്മാർക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഉപസ്ഥിതരായിട്ടുള്ള പാർട്ടിയുടെ മണ്ഡലത്തിന്റെ അധ്യക്ഷന്മാർ, ജനറൽ സെക്രട്ടറിമാർ, സെല്ലിന്റെയും മോർച്ചയുടെയും ഭാരവാഹികൾ, ഏരിയ അധ്യക്ഷന്മാർ, ജനറൽ സെക്രട്ടറിമാർ, പ്രിയ സഹപ്രവർത്തക സഹോദരൻ, മാധ്യമപ്രവർത്തകർ, ഒപ്പം എല്ലാ സഹപ്രവർത്തക സഹോദരന്മാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. അധ്യക്ഷ ഭാഷണത്തിനായി ആദരണീയ എം വി ഗോപകുമാർ ജഷണി. ഈ ജാഗ്രതാ സദസ്സിന്റെ ബഹുമാന്യനായ ഉദ്ഘാടകൻ, പ്രിയപ്പെട്ട നമ്മുടെ നേതാവ് മുരളിച്ചേട്ടൻ, വേദിയിലിരിക്കുന്ന സമാരാധരായിട്ടുള്ള നേതാക്കന്മാരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. മുരളിച്ചേട്ടൻ ഈ വേദിയിലേക്ക് വരുന്നത് രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നാണ്. 3 വർഷം പിന്നിട്ടെങ്കിലും രഞ്ജിത്തിന്റെ കൊലപാതകവും ആ നിഷ്ഠൂരമായ നരഹത്യയും ഒന്നും ആ വീട്ടിലെ ആളുകൾ മറന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഇളയ മകൾ, ഇന്നും ആ കുട്ടികളുടെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അന്നത്തെ ആ ദിവസം തന്നെയാണ് നമ്മുടെ ഓരോ പ്രവർത്തകരും നേതാക്കന്മാരും ഓർക്കുന്നത്. ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മുടെ ആലപ്പുഴയിൽ തന്നെ നന്ദുവിന്റെ കൊലപാതകം നമുക്ക് മറക്കാൻ കഴിയും. തീവ്രവാദികളുടെ കത്തിക്കിരയായി അവരുടെ നിഷ്ഠൂരമായിട്ടുള്ള പ്രവർത്തനത്തിന് ഇരയാകേണ്ടി വന്ന നിരവധി പ്രവർത്തകന്മാരാണ് നമ്മളോട് വിട്ടുപിരിഞ്ഞത്. നമ്മളോടൊപ്പം ഇന്നും ഒരുപാട് വേദനകളുമായി ജീവിക്കുന്നത്. ഇതിന്റെ തീവ്രതയെപ്പറ്റി വളരെ നേരത്തെ തന്നെ സൂചിപ്പിച്ച പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം അടക്കമുള്ള ഭാരതീയ ജനതാ പാർട്ടി അടക്കമുള്ള സംഘടനകൾ. വളരെ നേരത്തെ തന്നെ ഈ തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനത്തെ കേരളത്തിൽ വളർത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റി വളരെ കൃത്യമായി ജനസമൂഹത്തിന്റെ മുന്നിൽ ഓർമ്മിപ്പിച്ചിട്ടുള്ള സംഘടനകളാണ് നമ്മുടെ. പക്ഷേ കേരളം മാറി മാറി ഭരിച്ച 2 മുന്നണികളും ഈ തീവ്രവാദ ശക്തികളെ അതിനെ താലോലിക്കുന്ന കാഴ്ച, പാലുകുട്ടി വളർത്തുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അതിന് വില കൊടുക്കേണ്ടി വന്നത് നമ്മളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ വരാൻ പോകുന്ന നാളുകളിൽ നിങ്ങൾ ആ സമീപനവുമായി മുന്നോട്ട് പോയാൽ ഇതിന് വില കൊടുക്കേണ്ടി വരുന്നത് ഈ നാടിന്റെ മുഴുവൻ സ്വത്തുക്കളുമാണ്, ഈ നാട്ടിലെ മുഴുവൻ ജനതയുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് CPF-നോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ മുന്നണി പോരാളിയായി പോരാടിക്കൊണ്ടിരുന്ന ബഹുമാന്യനായിട്ടുള്ള ബിപിൻ സി ബാബു ഈ വേദിയിലുണ്ട്. അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം അണിചേർന്നിട്ട് അദ്ദേഹം സൂചിപ്പിച്ച വിഷയം ഇതുതന്നെയാണ്. ആലപ്പുഴയിലെ തീവ്രവാദ ശക്തികൾക്ക് പാലുകൂട്ടുന്ന CPM-ന്റെ നയങ്ങളെ പറ്റിയാണ് അദ്ദേഹം എണ്ണി പറഞ്ഞത്. ഇവിടെ PC ജോർജ് എന്ന് പറയുന്ന ആരാധ്യനായുള്ള നമ്മുടെ നേതാവ്, മുൻ MLA, അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജ് ഇവിടെ ഉണ്ട്. PC ജോർജും ഷോൺ ജോർജും വളരെ വ്യക്തമായി ഈ സമൂഹത്തോട് ഈ തീവ്രവാദത്തെ പറ്റി പറഞ്ഞതിന്റെ പേരിലാണ് ഈ 2 മുന്നണികളും അവർക്കെതിരെ വാളെടുത്തിട്ടുള്ളത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ചെറിയ കാര്യമല്ല ഇത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ചെറിയ കാര്യമല്ല. കേരളത്തെയും ഭാരതത്തെയും ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്ന ഈ തീവ്രവാദികൾ ശക്തികളുടെ മുന്നിൽ അവർക്കെതിരെ സത്യം പറയുന്നവരാണ് അവരുടെ ശത്രുക്കൾ. അവരാരായാലും അവർക്കെതിരെ വാളെടുക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല. ഈ അവസരത്തിൽ ഞാൻ കൂടുതലായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ രഞ്ജിത്തിന്റെ കുടുംബത്തോടുണ്ട്, ഒപ്പമുണ്ട് എന്ന ഉറച്ച ബോധ്യത്തിലാണ് അവർ ഈ സമൂഹത്തിൽ നിന്ന് ജീവിക്കുന്നത്. ഈ സമൂഹത്തെ അവർ നോക്കിക്കാണുന്നത് ഈ വലിയ സംഘടന, ഇവിടുത്തെ ജനങ്ങൾ ആ കുടുംബത്തോടുണ്ട്, ഒപ്പമുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് അവരിന്ന് കണ്ണീരടക്കി ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പോരാട്ടം അവസാനിപ്പിക്കാൻ കഴിയില്ല. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് പത്തിതാർത്ത് അവർ നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ രൂപത്തിലും ഭാവത്തിലും
അവർ ഉയർന്നു വരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതിനെ ഇല്ലാതാക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ. ആരാധനായ നരേന്ദ്രമോദിക്കും ഭാരതീയ ജനതാ പാർട്ടിക്കും മാത്രമേ കഴിയൂ എന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടാകണം. അതിനെ പോരാടുവാനുള്ള ഇച്ഛാശക്തി ഉള്ളത് നമുക്ക് മാത്രമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മൾ നടക്കുന്ന മുന്നോട്ടുള്ള ഓരോ കാൽവെപ്പിലും കരുതിയിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ തീവ്രവാദികളെ പറ്റി ബോധവാന്മാരായി ഈ കാര്യം ഈ സമൂഹത്തെ നമ്മൾ ബോധ്യപ്പെടുത്തണം. ഈ ആലപ്പുഴയിലാണ് അവലും മലരും കുന്തിരിക്കവും കരുതിക്കോ എന്ന് നമ്മുടെ മുന്നിലൂടെ മുദ്രാവാക്യം വിളിച്ചു പോയത് വെറുതെയല്ല. അവലും മലരും ഹിന്ദുക്കൾക്കാണെങ്കിൽ കുന്തിരിക്കം ക്രിസ്ത്യാനിക്കാണ് എന്ന ബോധ്യം ആ ക്രിസ്ത്യൻ സമൂഹത്തിനും ഇന്ന് അവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവരതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളോടൊപ്പം നിൽക്കാൻ തയ്യാറാകുന്നത്. നിങ്ങൾ ഭയപ്പെടുത്തിയാൽ ഭയപ്പെടാൻ ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹം ഇനി തയ്യാറല്ല എന്നുള്ള പ്രസ്താവന വരാൻ പോകുന്ന നാളുകളിൽ കുറച്ച് കേൾക്കാൻ കായ്ക്കും, യാതൊരു സംശയം വേണ്ട. അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗം തന്നെയാണ് ഈ ജനജാഗ്രതാ സദസ്സും. അതുകൊണ്ട് ഈ സദസ്സിന്റെ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഉദ്ഘാടകനായി എത്തിയിട്ടുള്ളത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നിറസാന്നിധ്യമായി ഭാരതത്തിൽ കേന്ദ്രമന്ത്രി എന്നതിലേക്ക് കേരളത്തിന്റെ വികസനത്തിന് ഭാരതത്തിന്റെ വികസനത്തിന് ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് ഇന്നും തന്റെ കടമ ഒരു അണുകിട വ്യത്യാസമില്ലാതെ നിർവഹിച്ചുകൊണ്ട് ഓരോ പരാതിയും സൂക്ഷിച്ചു കേട്ടുകൊണ്ട് അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ആരാധ്യനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജനകീയ നേതാവാണ് വി മുരളിച്ചേട്ടൻ. അദ്ദേഹമാണ് ഈ ജനജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തെ ആദരപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ ജനജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്യാൻ ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ഇന്നിവിടെ നടക്കുന്ന ഈ ജനജാഗ്രതാ സദസ്സിൽ അധ്യക്ഷത വഹിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ എം വി ഗോപകുമാർ, മുഖ്യപ്രഭാഷണം നടത്തിയ OBC മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ NP രാധാകൃഷ്ണൻ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പന്തളം പ്രതാപൻ അവർകൾ, ദേശീയ കൌൺസിൽ അംഗം ശ്രീ വെള്ളിയാകുളം പരമേശ്വരൻ, സംസ്ഥാന വക്താവ് ശ്രീ സന്ദീപ് വാചസ്പതി, ദക്ഷിണ മേഖലാ അധ്യക്ഷൻ ശ്രീ K സോമൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അരുൺ അനിരുദ്ധൻ, സ്വാഗതം ആശംസിച്ച ജില്ലാ ജനറൽ സെക്രട്ടറി വിമൽ രവീന്ദ്രൻ, OBC മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പൂങ്കുളം സതീശൻ, വേദിയിലുള്ള പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗവും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള ശ്രീ ഷോൺ ജോർജ്, ശ്രീ ബിപിൻ സി ബാബു, ശ്രീ ഇന്ദുചൂടൻ, സജു ഇടക്കുള, KV ഗണേഷ്, ശ്രീ ബിനോയ്, ശ്രീ C മധു, ശ്രീ G വിനോദ്, ശ്രീ ശ്യാംകൃഷ്ണൻ, ശ്രീ മോഹൻ ബാബു, PK വാസുദേവൻ, ജയശ്രീ സജി കുരുവിള, ശ്രീ AG കർത്ത, ശ്രീമതി ഗീത, ശ്രീമതി പൊന്നമ്മ, K പ്രദീപ് പാറയിൽ, ശ്രീ പാറയിൽ രാധാകൃഷ്ണൻ, കൊട്ടാരം ഉണ്ണികൃഷ്ണൻ, ശ്രീ സോമൻ, എല്ലാവരുടെ പേര് പറഞ്ഞില്ല. എല്ലാവർക്കും ഇവിടെ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ, ഭാരവാഹികൾ, ഭീകരവാദത്തിനെതിരായി നിലപാടെടുത്തുകൊണ്ട് ഈ സദസ്സിന്റെ ഭാഗമായിട്ടുള്ള ആലപ്പുഴയിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളുമായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും എന്റെ നമസ്കാരം. ഇസ്ലാമിക തീവ്രവാദികൾ അരുകൊല ചെയ്ത ശ്രീ രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദ്യമായി ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുക.
ഇന്നും കണ്ണീരുണങ്ങിയിട്ടില്ലാത്ത രഞ്ജിത്ത് ശ്രീനിവാസന്റെ മക്കൾ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ തനിച്ചല്ല. ആലപ്പുഴയിലെയും കേരളത്തിലെയും ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ പ്രസ്ഥാനങ്ങളും മാത്രമല്ല, ഈ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, ഈ രാജ്യത്തെ മുഴുവൻ ഭീകരവാദത്തിനെതിരായിട്ട് നിലപാടെടുക്കുന്ന ആളുകൾ, അവരെല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട്. 15 ഭീകരവാദികളെ തൂക്കിലേറ്റാൻ കോടതി വിധിച്ച കുറ്റകൃത്യം, ആ കുറ്റകൃത്യം ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ആ കുറ്റകൃത്യത്തിന്റെ ഓർമ്മകൾ ഒരിക്കലും ആയില്ല. അതുമാത്രമല്ല, രഞ്ജിത്തിന്റെ നിഷ്കളങ്കമായ ചിരിയോടുകൂടിയുള്ള മുഖം, ആ മുഖവും അദ്ദേഹത്തെ അറിയുന്നവരും അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളവരുമായിട്ടുള്ള ഒരാളുടെയും മനസ്സിൽ നിന്നുമായില്ല എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ശ്രീ രഞ്ജിത്തിന്റെ മുഖം ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ പ്രസ്ഥാനങ്ങളുടെയും ഓരോ പ്രവർത്തകന്റെയും നെഞ്ചിലെ തീയായി എക്കാലവും ഉണ്ടാകും എന്നുകൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമിക ഭീകരവാദത്തിനെതിരായി സന്ധിയില്ലാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്താൻ എക്കാലവും പ്രചോദനമേകുന്നതാണ് രഞ്ജിത്തിന്റെ ബലിദാനം. അദ്ദേഹത്തിന്റെ കൊലയാളികൾക്ക് മാത്രമല്ല, ആ കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ ഉൾപ്പെടെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള നേതാവും ഈ രാജ്യത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രിയുമായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയുടെയും ശ്രീ അമിത്ഷാജിയുടെയും ദൃഢനിശ്ചയം, ആ ദൃഢനിശ്ചയം ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ഭീകരവാദികളെ മുഴുവൻ തന്നെ തുടച്ചു നീക്കുന്നതുവരെ ആ ദൃഢനിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം, ആ പ്രവർത്തനം കേന്ദ്ര സർക്കാർ കാഴ്ചവെക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. വാസ്തവത്തിൽ രഞ്ജിത്തിന്റെ ബലിദാനമാണ് പോപ്പുലർ ഫ്രണ്ട് എന്നുള്ള ഭീകരപ്രസ്ഥാനം, ആ ഭീകരപ്രസ്ഥാനത്തിന്റെ അടിവേരറുക്കാൻ കഴിയുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബഹുമാന്യനായിട്ടുള്ള ശ്രീ അമിത്ഷാജിയെ പ്രേരിപ്പിച്ച ഘടകം. പക്ഷേ ഇവിടെ നേരത്തെ എനിക്ക് മുൻപ് സംസാരിച്ച പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാവരും സൂചിപ്പിച്ചതുപോലെ ലോകത്തെമ്പാടും ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രത്യേകത, അവര് ഒരു ഭീകരവാദ പ്രസ്ഥാനത്തെ നിരോധിച്ചു കഴിഞ്ഞാൽ, നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അവര് വേറെ പേരിൽ വരും. ഇപ്പൊ താലിബാനെ കുറിച്ച് പറഞ്ഞു, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന പേരിലാണ് അവർ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടായപ്പോൾ അവർ പേര് മാറ്റി താലിബാനായി. ഓരോ രാജ്യത്ത് വ്യത്യസ്ത പേരുകളിൽ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പാർലമെന്റിൽ ഞാൻ അംഗമായിരുന്ന ഒരു കാലഘട്ടത്തിൽ, ആ ഘട്ടത്തിൽ ഈ തരത്തിൽ പേരുമാറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകളെ അടക്കം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഉതകുന്ന തരത്തിലുള്ള നിയമനിർമ്മാണം, ആ നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇപ്പോ ഇനിയും അതുകൊണ്ട് ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ നേരത്തെ ഇവിടെ മുടക്കിയതുപോലെയുള്ള, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള ആലപ്പുഴയിലെ തെരുവുകളെ ഭീതിജനകമാക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളുമായിട്ട് രംഗത്ത് വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതിന്റെ കാരണം അവരുടെ കരുത്തല്ല, അതിന്റെ കാരണം അവരുടെ കഴിവല്ല. പകരം കേരളത്തിൽ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന
CPM-ന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള മുന്നണികൾ, ആ മുന്നണികൾ ഭീകരവാദത്തോട് സ്വീകരിക്കുന്ന മൃദു സമീപനം, ആ മൃദു സമീപനമാണ് ഇങ്ങനെ പുതിയ പേരുകളിൽ പുതിയ മുദ്രാവാക്യങ്ങളുമായിട്ട് രംഗത്ത് വരാൻ അവർക്ക് ശക്തി നൽകുന്നത്. ഈ അടുത്ത ദിവസം തന്നെ വലിയ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ് മലബാറിലെ വിവിധ പ്രദേശങ്ങളിൽ തുടങ്ങിയിട്ടുള്ള MEC-7. ഈ MEC-7 എന്ന് പറയുന്ന കൂട്ടായ്മ NDF-ന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ ആശീർവാദത്തോടും പിന്തുണയോടും കൂടിയുമാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആദ്യം പറഞ്ഞത് CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം പറഞ്ഞു ഇവർക്ക് ഇങ്ങനെയുള്ള സംഘടനകളുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ദിവസങ്ങൾക്കകം അദ്ദേഹത്തിന് അത് തിരുത്തി പറയേണ്ടി വന്നു. കാരണം എന്താ? കാരണം 2 മന്ത്രിമാര്, അതിലൊരു മന്ത്രി സാധാരണക്കാരനല്ല. മുഹമ്മദ് റിയാസ് നേരിട്ട് പിന്തുണച്ചു MEC-7-നെ. അഹമ്മദ് ദേവർകോവിൽ നേരിട്ട് പിന്തുണച്ചു MEC-7-നെ. കോൺഗ്രസുകാർക്ക് തോന്നി മാർക്സിസ്റ്റുകാര് ഈ ഭീകരവാദികളുടെ മുഴുവൻ തന്നെ അവരുടെ മുഴുവൻ പിന്തുണ സ്വയം ആർജിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും, ഞങ്ങളുടെ കാര്യം എന്താവും? കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷൻ, സംസ്ഥാന ഉപാധ്യക്ഷൻ ചെന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തു. ഇങ്ങനെ മത്സരിച്ച് ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം, ആ രാഷ്ട്രീയ സാഹചര്യമാണ് ഇവർക്ക് സംരക്ഷണം ഒരുക്കുന്നത്. ആ രാഷ്ട്രീയ സാഹചര്യമാണ് ഇവർക്കിങ്ങനെ തെരുവീതികളിൽ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യം മുഴക്കാനുള്ള ധൈര്യം പകരുന്നത്. ആ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഭീകരവാദികൾക്കെതിരായിട്ട്, തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട്, അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാടെടുക്കേണ്ട ഉത്തരവാദിത്വം ഈ രാജ്യത്തെ സമാധാന പ്രേമികളായിട്ടുള്ള ജനാധിപത്യവാദികളായിട്ടുള്ള മുഴുവൻ ആളുകളുടേതുമാണ്. ഭാരതീയ ജനതാ പാർട്ടിക്കാരുടെയോ RSSകാരുടെയോ ദേശീയ പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്നവരുടെയോ ഹിന്ദുക്കളുടേത് മാത്രമോ പോലുമല്ല. ഈ നാട്ടിൽ സമാധാനം ആഗ്രഹിക്കുന്ന മുസ്ലിം സഹോദരന്മാരുണ്ടെങ്കിൽ അവരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നാളെ ഭീകരവാദികൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ, നടപടികൾ വരുമ്പോൾ അത് നിങ്ങളുടെ സമുദായത്തെ മുഴുവൻ ബാധിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം മുന്നോട്ട് വരണം ഈ ഭീകരവാദത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട്. കാരണം കേരളത്തിൽ കോൺഗ്രസും CPM-ഉം മത്സരിച്ച് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഏത് സമുദായത്തിലും തൊട്ടുകൂടായ്മയ്ക്കെതിരായിട്ടും തീണ്ടിക്കൂടായ്മയ്ക്കെതിരായിട്ടും ഏറ്റവും ആദ്യം ശബ്ദമുയർന്നത് ഹിന്ദു സമൂഹത്തിൽ നിന്നാണ്. ജീർണതകൾ ഹിന്ദു സമൂഹത്തെ ബാധിച്ചപ്പോൾ ഹിന്ദു സമൂഹത്തിലെ ജീർണതയ്ക്കെതിരായിട്ട് ശബ്ദമുയർത്തിയത് ഹിന്ദു സമൂഹത്തിലെ തന്നെ ഹിന്ദുത്വത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ആളുകളാണ്. അവരാണ് ശബ്ദമുയർത്തിയത്. ശ്രീനാരായണ ഗുരുദേവനെയും അയ്യങ്കാളിയെയും ചട്ടമ്പി സ്വാമികളെയും പോലെയുള്ള ആളുകൾ. ഇസ്ലാമിക ചില ആളുകൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ തീവ്രവാദത്തിന് ഇസ്ലാമുമായിട്ട് കൂട്ടിക്കലർത്തുന്നത്? ഭീകരവാദത്തിന് മതമുണ്ടോ? ഭീകരവാദി എന്ന് മാത്രം പറഞ്ഞാൽ പോരെ? ഭീകരവാദികളെ ഇസ്ലാമുമായിട്ട് കൂട്ടിച്ചേർക്കാൻ നിർബന്ധിതമാകുന്നത് ആ സമൂഹത്തിൽ നിന്ന് ഭീകരവാദികൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള സമീപനം, ശക്തമായിട്ടുള്ള നിലപാട്, അതിനെ തള്ളിപ്പറയാൻ ആ സമൂഹം മുന്നോട്ട് വരാത്തത് കൊണ്ടല്ലേ? നിങ്ങളാണ് ആദ്യം മുന്നിട്ടിറങ്ങേണ്ടത്. ഞങ്ങള് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങളാരും ഈ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നില്ല എന്ന് നിങ്ങൾ പുറത്തു വന്ന്, നിങ്ങൾ മുന്നോട്ട് വന്ന് ഈ ഭീകരവാദികളെ തള്ളിപ്പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് എളുപ്പമായി. ബാക്കിയുള്ളവർക്ക് തുറന്നു പറയാൻ കഴിയും, ശരിയാണ്, ഇസ്ലാം മതത്തിന്റെ, ഇസ്ലാം വിശ്വാസികളുടെ ഇടയിൽ നിന്ന് തന്നെ അതിനെതിരായിട്ടുള്ള ശബ്ദം ഉയർന്നു വരുന്നു. ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ
ആ ശബ്ദങ്ങൾ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നു എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ പൊതുവായിട്ടുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യം ഭീകരവാദികൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണ നൽകുന്ന സമീപനം, ആ സമീപനമാണ് ആ സമൂഹത്തിൽ നിന്നുണ്ടാകുന്നത്. ഭയം കൊണ്ടാകാം, ഞാൻ നിഷേധിക്കുന്നില്ല. ആ ഭയത്തെ നിങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നാൽ കേരളത്തിന്റെ പൊതുസമൂഹം, ഈ നാട്ടിലെ പൊതുസമൂഹം ഭീകരവാദം മതവുമായിട്ട് കൂട്ടിക്കലർത്തുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. പക്ഷേ ഇപ്പോഴും അത് നടന്നിട്ടില്ല. അതുകൊണ്ടാണ് മുനമ്പം പോലെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ആ സംഭവങ്ങളിൽ ഒരു മതം മറ്റു മതങ്ങളുടെ മുഴുവൻ തന്നെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു സാഹചര്യം, അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കേരളത്തിൽ തന്നെ ഈ മതവർഗീയത ഏറ്റവും പ്രചരിച്ചത് ഇവിടെ സൂചിപ്പിച്ചു, അതിന്റെ തുടക്കത്തെക്കുറിച്ച് മലപ്പുറം ജില്ലാ രൂപീകരണം തൊട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ മുസ്ലിം ലീഗിന് ഭരണത്തിൽ സ്വാധീനമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ UDFന്റെ ഭരണകാലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ഭീകരത മുസ്ലിം സമുദായത്തിൽ നിന്ന് നിരവധി അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ പടർന്നു പന്തലിച്ചത്. അന്ന് തുടങ്ങിയ പ്രസ്ഥാനങ്ങളാണ് NDF എന്ന് പറയുന്നത് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് ആണ്. ചില ആളുകളൊക്കെ ധരിക്കുന്നത് NDF എന്ന് പറഞ്ഞാൽ നാഷണൽ ഡിഫൻസ് ഫോഴ്സ് എന്നാണ്. ചില ആളുകളൊക്കെ എന്നോട് പറഞ്ഞു NDF എന്ന് പറഞ്ഞാൽ അവര് ദേശീയത അംഗീകരിക്കുന്നവരാണ്. NDF തുടങ്ങിയത് കോഴിക്കോട് ജില്ലയിലെ വടക്ക് കിഴക്കൻ പ്രദേശത്തായിട്ടുള്ള നാദാപുരത്ത്, ആ നാദാപുരത്ത് തുടങ്ങിയ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് ആണ് പിന്നീട് പോപ്പുലർ ഫ്രണ്ടും പിന്നീട് പല പല പേരുകളിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് ആ NDFന്റെയും ആ PFIയുടെയും ഒക്കെ ആളുകൾ, അതേ ആളുകൾ പോപ്പുലർ ഫ്രണ്ടിന് നിരോധിച്ചപ്പോ ഇപ്പൊ MEX7ന്റെ പേരിൽ ഇറങ്ങിയിരിക്കുകയാണ്. എന്താ കേരള പോലീസിന്റെ സമീപനം ഇക്കാര്യത്തിൽ? കേരള പോലീസ് ഈ കാര്യത്തിൽ അന്വേഷണം നടത്താൻ കഴിവില്ലാത്തവരാണ് എന്നെനിക്ക് അഭിപ്രായമില്ല. വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ കഴിവുള്ള സമർത്ഥരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലെ പോലീസിലുണ്ട്. പക്ഷേ പോലീസിന് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും അനുവാദവും, ആ അനുവാദം ഉണ്ടാകണം. പക്ഷെ ആ അനുവാദം ലഭിക്കുന്നില്ല എന്നുള്ളതിന്റെ സൂചനയാണല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് പോലും ആദ്യ ദിവസം നടത്തിയ പ്രസ്താവന, ആ പ്രസ്താവന അടുത്ത ദിവസം അത് മാറ്റി പറയേണ്ടി വന്ന ഒരു സ്ഥിതി വ്യക്തമാക്കുന്നത്. കാരണം കോഴിക്കോട് ജില്ലയുടെ ജില്ലാ സെക്രട്ടറി അതേ ജില്ലയിൽ നിന്നുള്ള സൂപ്പർ മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെയും ആ ജില്ലയിൽ നിന്നുള്ള വേറൊരു മന്ത്രിയായിട്ടുള്ള അഹമ്മദ് ദേവർകോവിന്റെയും ഒക്കെ പ്രസ്താവന വന്നാൽ പിന്നെ അവിടുത്തെ ജില്ലാ സെക്രട്ടറിക്ക് മാറ്റി പറയുകയല്ലാതെ വേറെ എന്താ പോംവഴി? അതുകൊണ്ട് ആ തിരുത്ത് തന്നെ വ്യക്തമാക്കുന്നു ഇതിന്റെ പിന്നിൽ ആരാണ് എന്നുള്ളത്. ഇതിന്റെ പിന്നിലുള്ള ഭീകരവാദ ശക്തികൾ, ആ ഭീകരവാദ ശക്തികൾ ഇന്നും സജീവമായിട്ട് നിൽക്കുന്നു എന്നുള്ളത് രഞ്ജിത്ത് ശ്രീനിവാസന്റെ അരുംകൊല ഉയർത്തുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുടെ ഉത്തരം സമ്പൂർണമായും കണ്ടെത്തി കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു കൊടും ഭീകരനെ കേരളത്തിൽ വെച്ച് പിടികൂടിയെടുത്തു, കാഞ്ഞങ്ങാട് വെച്ച്. UAPA ചുമത്തപ്പെട്ടിട്ടുള്ള ഭീകരവാദിയായിട്ടുള്ള ഒരാൾ, അങ്ങനെയുള്ള ഒരാളെ ഇന്നലെ NIA പിടികൂടിയത് കാഞ്ഞങ്ങാട് വെച്ചാണ്. എന്തുകൊണ്ടാ? PFI മുതൽ അൽ ഖൈദ വരെയുള്ള ഭീകരവാദ സംഘടനകളിൽ പെടുന്ന ആളുകൾക്ക് ഇവരെല്ലാവരെയും കേരളത്തിൽ നിന്ന് പിടികൂടുന്നത്. നമ്മുടെ തീവണ്ടിക്ക് തീവച്ച സംഭവം നടന്നു എലത്തൂരിൽ. ആ ആള് വന്നത് മഹാരാഷ്ട്രയിൽ നിന്നോ മറ്റാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് ഇത്രയും സംസ്ഥാനം കടന്ന് അയാൾ തീ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നത് കേരളത്തിൽ. അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാളെന്താ പറഞ്ഞത്? അയാൾ പറഞ്ഞു, കേരളത്തിൽ തീ കൊടുത്താലും കുഴപ്പമില്ല, തീ കൊടുത്തിട്ട് സുഖമായിട്ട് രക്ഷപ്പെടാം.
അങ്ങനെയുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഭരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യം നിൽക്കുന്ന ഒരേ ഒരു സംസ്ഥാനം, അങ്ങനെ ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ആ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ പോയത് കേരളത്തിൽ നിന്നാണ്. അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടി ജീവൻ വെടിഞ്ഞ ആളുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മലയാളികളുടെ ഇടയിലാണ്. ഇന്ത്യയിൽ നിരവധി സംസ്ഥാനങ്ങളുണ്ട്. മുസ്ലിം സമൂഹത്തിൽപ്പെടുന്ന ആളുകൾ കേരളത്തെക്കാൾ കൂടുതൽ മുസ്ലിം സമൂഹത്തിൽപ്പെടുന്ന ആളുകൾ ജീവിക്കുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. പക്ഷേ അവിടെ നിന്നല്ല ഏറ്റവും കൂടുതൽ ആളുകൾ നാടിനെതിരായിട്ട്, രാജ്യത്തിനെതിരായിട്ട്, സമാധാനത്തിനെതിരായിട്ട്, അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനായിട്ട് പോകുന്നത്. ആ പോകുന്നത് മുഴുവൻ തന്നെ കേരളത്തിൽ നിന്നാണ്. എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ഈ തരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളിൽ, തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന ആളുകളെ സംഭാവന ചെയ്യുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറുന്നു? കാരണം ഭീകരവാദികൾക്ക് സുരക്ഷിത താവളം ഒരുക്കുന്ന കാര്യത്തിൽ, ആ കാര്യത്തിൽ കേരളം ഭരിക്കുന്ന ഇന്നത്തെ ഇടതുപക്ഷം എന്ന് പറയുന്ന CPM നേതൃത്വത്തിലുള്ള മുന്നണി, ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുന്ന മുൻകാലങ്ങളിൽ ഭരിച്ചിരുന്ന മുസ്ലിം ലീഗ് കൂടി പങ്കാളിയായിട്ടുള്ള കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി, ഇവർ രണ്ടുപേരും ഭരിക്കുമ്പോഴും ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഒരു വ്യത്യാസവും ഇല്ല. അതുമാത്രമല്ല, ഇപ്പോ ഇന്നലെ ഡൽഹിയില് ഷോൺ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഷോൺ കൊടുത്ത ഒരു കേസ്, നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ കരിമണൽ കമ്പനിയിൽ നിന്നും സംഭാവന വാങ്ങിയതിനെ കുറിച്ച് അത് സംബന്ധിച്ച് കൊടുത്ത കേസിൽ ഇന്നലെ ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ വിവരമനുസരിച്ച് ഇന്നത്തെ മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട്. ആ കരിമണൽ കമ്പനി നൽകിയിട്ടുള്ള, വിവിധ ആളുകൾക്ക് നൽകിയിട്ടുള്ള സംഭാവനയിൽ ഭീകരവാദികൾക്കും ഫണ്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയം, ആ സംശയം അന്വേഷണ ഏജൻസി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ആരായി കമ്പനി? ഈ കമ്പനിയുടെ ഷെയർ കേരള ഗവൺമെന്റിനോട് ഷെയറുള്ള കമ്പനിയാണ് KSIDC. 13% ഓഹരി കേരള സർക്കാരിന് പങ്കാളിത്തമുള്ള ഒരു കമ്പനി. ആ കമ്പനി ഭീകരവാദികൾക്കടക്കം ഫണ്ട് ചെയ്യുന്നു എന്ന് അന്വേഷണ ഏജൻസി ഡൽഹി ഹൈക്കോടതി പറയുമ്പോ കേരളത്തിന്റെ സ്ഥിതി എന്താ? മാർക്സിസ്റ്റ് പാർട്ടി ഒരു വശത്ത് ഞങ്ങൾ ഭീകരവാദികൾക്കെതിരായിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന ആളുകളാണ് എന്ന് പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ സർക്കാരിന് പങ്കാളിത്തമുള്ള കമ്പനി ഭീകരവാദികൾക്ക് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടോ എന്നുള്ള സംശയം, എന്നുള്ള വിവരമടക്കം ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന ഏജൻസി പുറത്തു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ കേരളത്തോട് വിശദീകരിക്കണ്ടേ? കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കണ്ടേ? മകൾക്കും സ്വന്തം മകൾക്കും ഭീകരവാദികൾക്കും ഒരേ കമ്പനി പണം നൽകുന്നത് എന്തിനാണ് എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? അത് എന്റെ മകളും ആ കമ്പനിയും തമ്മിലുള്ള ഒരു ബിസിനസ് ഇടപാടാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ എത്ര കാലം സാധിക്കും? മുഖ്യമന്ത്രി വിശദീകരിക്കണം. എന്തുകൊണ്ട് ഈ കമ്പനി, തന്റെ മകൾക്ക് സംഭാവന നൽകുന്ന ഈ കമ്പനി, ഭീകരവാദികൾക്ക് സംഭാവന നൽകുന്ന അതേ കമ്പനി തന്റെ മകൾക്ക് സംഭാവന നൽകുന്നത്, അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? ഞാൻ ആരോപണമൊന്നും നീക്കുന്നില്ല. പക്ഷെ സാധാരണഗതിയിൽ ഭീകരവാദികൾക്ക് സംഭാവന ചെയ്യുന്ന ആളുകൾ, അവര് ആ ഭീകരവാദികൾക്ക് സംഭാവന ചെയ്യുന്നത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി, അതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സംരക്ഷണം കിട്ടാൻ വേണ്ടി ആ സംരക്ഷണം നൽകാൻ കഴിവുള്ള ആളുകൾക്കും സംഭാവന കൊടുക്കും. അപ്പൊ ഭീകരവാദികൾക്ക് സംഭാവന നൽകുന്ന കമ്പനി, ആ കമ്പനിയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണോ
മുഖ്യമന്ത്രിയുടെ മകൾക്ക് സംഭാവന നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം, അതിന്റെ പേരിൽ ഏത് തരത്തിലുള്ള സംരക്ഷണമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭീകരവാദികൾക്ക് സംഭാവന നൽകുന്ന കമ്പനിക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന മുഖ്യമന്ത്രിക്കുണ്ട്. കാരണം കേരളം നിരവധി ജീവനുകൾ, നിരപരാധികളായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ചെറുപ്പക്കാർ, ഈ നാടിന് വലിയ സംഭാവനകൾ നൽകാൻ കഴിയുന്ന ചെറുപ്പക്കാർ, അങ്ങനെയുള്ള ആളുകൾ, ആ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയായിട്ടുള്ള ഭീകരവാദ പ്രവർത്തനമാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കേരളത്തിൽ നടന്നിട്ടുള്ളത്. രഞ്ജിത്ത് ശ്രീനിവാസന്റെ, പാലക്കാട്ട് ശ്രീനിവാസന്റെ, കൃഷ്ണപുരത്ത് മനോജിന്റെ, മഹാരാജാസിലെ അഭിമന്യുവിന്റെ, നമ്മുടെ ചേർത്തലയിലെ നന്ദുവിന്റെ, വയലാറിലെ ഉൾപ്പെടെ നിരവധി ആളുകൾ, അങ്ങനെയുള്ള നിരവധി ആളുകളുടെ ജീവൻ, ആ ജീവൻ നഷ്ടപ്പെടാൻ ഇടയായിട്ടുള്ള ഭീകരവാദികൾ, ആ ഭീകരവാദികൾക്ക് സംരക്ഷണം നൽകുന്ന കമ്പനിയായിട്ട് കേരള സർക്കാരിന് കൂടി പങ്കാളിത്തമുള്ള ഒരു കമ്പനി മാറിയിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല, അതൊരു നിസ്സാര കാര്യമായിട്ടുള്ള കാര്യമല്ല. ജോസഫ് മാഷയുടെ കൈപ്പത്തി വെട്ടിമാറ്റിയ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നത്, അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് ആദ്യഘട്ടത്തിൽ കൈപ്പത്തി മാത്രമാണ് നഷ്ടപ്പെട്ടതെങ്കിൽ അതിനുശേഷം അവർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. കാരണം ഈ ഭീകരവാദികൾക്ക് വെള്ളവും വളവും നൽകി അവരെ സംരക്ഷിച്ചത് ഈ കേരളം ഭരിച്ച ഈ രണ്ട് മുന്നണികളുമാണ്, കോൺഗ്രസിന്റെയും CPM-ന്റെയും നേതൃത്വത്തിലുള്ള മുന്നണികൾ. ഇത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പാർലമെന്റിലെ ചർച്ചകൾക്കിടയിൽ ചൂണ്ടിക്കാണിച്ചത്. ഭരണഘടനയുടെ 75 വർഷം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ പാർലമെന്റിൽ നടന്ന ചർച്ചകളിൽ ഇസ്ലാമിക മതമൗലികവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടനയെ തന്നെ അട്ടിമറിച്ചവരാണ് കോൺഗ്രസും അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് CPM-ഉം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഷാബാനു കേസിലെ കോടതി ഉത്തരവ്, ആ കോടതി ഉത്തരവ് അട്ടിമറിച്ചുകൊണ്ട് കോൺഗ്രസ് ഇവിടെ ശരീഅത്ത് നിയമം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള തുടക്കമാണ് ഇട്ടത്. സുപ്രീം കോടതി വിവാഹമോചിതയായിട്ടുള്ള മുസ്ലിം സ്ത്രീക്ക് ജീവനാംശത്തിന് അർഹതയുണ്ട് എന്ന് വിധിച്ച ഷാബാനു കേസിലെ വിധി, ആ വിധി അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം പാർലമെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ ഭരണകാലത്താണ്, രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്താണ്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് ട്രിപ്പിൾ തലാഖ്, മുത്തലാഖ് നിയമത്തെ, ആ നിയമത്തിനെതിരായിട്ട് കോൺഗ്രസ് നിലപാടെടുക്കുന്നത്. അതുകൊണ്ടാണ് CPM അതിനെതിരായിട്ട് നിലപാടെടുക്കുന്നത്. കാരണം ഈ നാട്ടിലും ഇസ്ലാമിക നിയമം നടപ്പിലാക്കാൻ, ആ നിയമം നടപ്പിലാക്കാനാണ് ഈ തരത്തിലുള്ള നിലപാടുകൾ അവർ എടുക്കുന്നത്. പാവപ്പെട്ട മുസ്ലിം സഹോദരിമാരുടെ അവരുടെ പൗരാവകാശങ്ങൾ സംരക്ഷിക്കാൻ, അതവർക്ക് പുനഃസ്ഥാപിക്കാൻ, അതിനു വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണമാണ് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മുത്തലാഖിനെതിരായിട്ട്, ട്രിപ്പിൾ തലാഖിനെതിരായിട്ട്, അതിലെ യുക്തിരാഹിത്യത്തിനെതിരായിട്ട് നിയമം കൊണ്ടുവന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കിയത്. പക്ഷേ അതിനെ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയേക്കാൾ വലുതാണ് ഇസ്ലാമിക നിയമങ്ങൾ എന്നാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പറയുന്നത്. അത് തന്നെയാണ് കേരളത്തിൽ CPM-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പറയുന്നത്. കാരണം ഭരണഘടനാ ശില്പികൾ അവര് വിഭാവനം ചെയ്തിട്ടുള്ള ഏക വ്യക്തി നിയമം, ആ വ്യക്തി നിയമത്തെ എതിർക്കുന്നവരാണ് ഇവർ രണ്ടുപേരും. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയിൽ അഹമ്മദ് ദേവർകോവിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത് മുനമ്പത്തെ ഭൂമിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അത് വഖഫ് ഭൂമിയാണ്. കാരണം വഖഫ് നിയമം അനുസരിച്ച് അതിന്റെ ചോദ്യം ചെയ്യാൻ
ഈ രാജ്യത്തെ കോടതികൾക്ക് ഒരു അവകാശവുമില്ല. അതായത് ഈ രാജ്യത്തെ കോടതികൾ ഇന്ത്യൻ ഭരണഘടന പ്രകാരം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം സ്ഥാപിക്കപ്പെട്ട കോടതികളെക്കാൾ മുകളിലാണ് വഖഫ് നിയമം എന്ന് പറയുമ്പോ അത് ഇസ്ലാമിക നിയമം നാട്ടിലെ ഭരണഘടനയുടെ മുകളിലാണ് എന്നുള്ള നിലപാടാണ്. ആ നിലപാടാണ് മന്ത്രി അബ്ദുറഹിമാൻ എടുക്കുന്നത്. മന്ത്രി അബ്ദുറഹിമാൻ എടുക്കുന്ന ആ നിലപാടിനോട് മുഖ്യമന്ത്രി യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ആ നിലപാടെടുക്കുന്ന മന്ത്രി ഇപ്പോഴും മന്ത്രിസഭയിൽ തുടരുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഭരണഘടനാ അസംബ്ലിയിൽ ഇരുന്ന് നടത്തിയിട്ടുള്ള ചർച്ചകളുടെ ഭാഗമായിരുന്ന ആളാണ് ശ്രീമാൻ ജവഹർലാൽ നെഹ്റു. പക്ഷേ അദ്ദേഹത്തിന് അധികാരം കിട്ടിയ ഉടനെ ആദ്യം കൊണ്ടുവന്നത് ഏകവ്യക്തി നിയമമല്ല. കാരണം ഏകവ്യക്തി നിയമം ഭരണഘടനയിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്നത് മുസ്ലിം വ്യക്തി നിയമമാണ്. കാരണം ഈ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ അതിന്റെ വിത്ത് പാകപ്പെട്ടിട്ടുള്ളത് ദശാബ്ദങ്ങൾക്ക് മുൻപാണ്. അതിന്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് മുനമ്പത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മുനമ്പത്ത് മത്സ്യത്തൊഴിലാളികളെ കുടിയിറക്കണം എന്ന് പരാതി കൊടുത്തിട്ടുള്ളത് SDPIയുടെ നേതാക്കന്മാരാണ്. അതിന് കുടപിടിക്കുകയാണ് കേരളത്തിലെ CPMന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള മുന്നണികൾ. അതുകൊണ്ട് ഇസ്ലാമിക നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ അതിനേക്കാൾ മുകളിലാണെന്ന് പറയുന്ന ഒരു മന്ത്രി, ആ മന്ത്രി കേരളത്തിലെ സർക്കാരിന്റെ ഭാഗമായിരുന്നുകൊണ്ട് അങ്ങനെ ഒരു മന്ത്രി കേരളത്തിന്റെ സർക്കാരിന്റെ ഭാഗമായിരിക്കുമ്പോൾ എങ്ങനെ ഇസ്ലാമിക ഭീകരവാദികളെ നിയന്ത്രിക്കാൻ ഈ സർക്കാരിന് സാധിക്കും? എങ്ങനെ ഈ നാട്ടിലെ സാധാരണക്കാരന് നീതി ലഭ്യമാക്കാൻ, നിയമവാഴ്ച ഉറപ്പാക്കാൻ കേരള സർക്കാരിന് സാധിക്കും? പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറയുന്നത് അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇത് വഖഫ് ഭൂമിയല്ല, നിങ്ങളെ ആരെയും കൂടെ ഇറക്കില്ല. അത് കഴിഞ്ഞ് നിയമസഭയിൽ ചെന്നിട്ട് അതിനെതിരായിട്ട് പ്രമേയം പാസാക്കി. സ്ഥലം MP അവിടെ ചെന്ന് പറഞ്ഞു, നിങ്ങളെ ആരെയും കുടിയിറക്കാൻ ഞങ്ങളാരും കൂട്ടുനിൽക്കില്ല. പക്ഷെ പാർലമെന്റിൽ ചെന്ന് വഖഫ് ഭേദഗതിക്കെതിരായിട്ട് അതിനെതിരായിട്ടുള്ള നിലപാടെടുത്തു. പക്ഷേ ഈ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന കോൺഗ്രസിന്റെ സമീപനം കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മതിയാകില്ല. കേരളത്തിലെ ജനങ്ങളെ ഇതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാനാകില്ല. കാരണം മുസ്ലിം ലീഗ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ആ ഭൂമി വഖഫ് ഭൂമിയാണ്. നമുക്കറിയാം CPMന്റെയും കോൺഗ്രസിന്റെയും ചരിത്രം. മുസ്ലിം ലീഗ് ഉറപ്പിച്ചു പറഞ്ഞാൽ അതിന്റെ മുന്നിൽ നിന്ന് അങ്ങനെയല്ല എന്ന് പറയാൻ തന്റെ ഇടമുള്ള ഒരാൾ പോലും CPMലും കോൺഗ്രസിലും കേരളത്തിലില്ല. നമ്മൾ 5ാം മന്ത്രിയുടെ കാലം തൊട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 5ാം മന്ത്രി വേണമെന്ന് പറഞ്ഞപ്പോ 5ാം മന്ത്രിയെ പ്രഖ്യാപിച്ചുകൊണ്ട് പാണക്കാട് തങ്ങളാണ് പ്രഖ്യാപിച്ചത്. സാധാരണഗതിയിൽ മന്ത്രിസഭ രൂപീകരിക്കുന്നത്, മന്ത്രിമാരെ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയും. പക്ഷേ കേരളത്തിൽ മന്ത്രിയെ പ്രഖ്യാപിച്ചത്, 5 മന്ത്രിമാരെ പ്രഖ്യാപിച്ചത് അത് പാണക്കാട് തങ്ങളാണ്, മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്. മുഖ്യമന്ത്രിയായിരുന്നില്ല. അവസാനം ആ 5ാം മന്ത്രിയെ അടക്കം അനുവദിക്കേണ്ട ഒരു ഗതികേടിലായിരുന്നു അന്ന് കേരളത്തിന്റെ അന്നത്തെ ഭരണകക്ഷിയായിട്ടുള്ള, ഇന്നത്തെ പ്രതിപക്ഷമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗ് ഒരു നിലപാടെടുത്താൽ ആ നിലപാടിന്റെ മുന്നിൽ ഇപ്പോ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന കോൺഗ്രസുകാര് അവരെല്ലാവരും അവസാനം മുസ്ലിം ലീഗ് പറഞ്ഞതാണ് ശരി, പാണക്കാട് തങ്ങൾ പറയുന്നതാണ് അവസാന വാക്ക് എന്ന് പറയുന്ന ദിവസം അധികം വിദൂരത്തല്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കാർക്കും സംശയം വേണ്ട. അതുകൊണ്ട് ഈ രാജ്യത്തിനുള്ളിൽ ഇസ്ലാമിക നിയമം ബാധകമാക്കിയിട്ടുള്ള
ഇസ്ലാമിക തീവ്രവാദികൾക്ക് അവർക്ക് സ്വൈരവിഹാരം നടത്താൻ കഴിയുന്ന ഒരു രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടിയായിരുന്നു ഭരണഘടനയുടെ 370 വകുപ്പ് കാശ്മീരിൽ നിലനിർത്താൻ കോൺഗ്രസും CPM-ഉം ശ്രമിച്ചത്. അത് 2019 ഓഗസ്റ്റ് മാസം 5-ാം തീയതി ഒരൊറ്റ ദിവസം കൊണ്ട് രാജ്യസഭയിലും ലോക്സഭയിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആ പരിശ്രമങ്ങളെ മുഴുവൻ തന്നെ പൊളിച്ചു കളഞ്ഞു. അന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞാൽ ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ കാശ്മീർ മുഴുവൻ കത്തും, കാശ്മീരിൽ മുഴുവൻ അരാജകത്വമായിരിക്കും. കാശ്മീരിൽ ഒന്നും സംഭവിച്ചില്ല. കാശ്മീരിൽ ഇന്ന് ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെ എനിക്ക് ഉറപ്പുണ്ട് നിരവധി ആളുകൾ കാശ്മീരിൽ പോയിട്ടുണ്ടാവും. ഞാൻ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഫ്ലൈറ്റിൽ ഓരോ തവണയും തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റിൽ കയറുമ്പോ ധാരാളം മലയാളികള് അവര് ശ്രീനഗറിൽ നിന്ന് തിരിച്ചു വന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന വിനോദസഞ്ചാരികളായിട്ടുള്ള നിരവധി മലയാളികൾ, നമ്മുടെ MP-മാരുൾപ്പെടെ, നിങ്ങളുടെ മുൻ MP അദ്ദേഹം കാശ്മീരിൽ പോയി തിരിച്ചു വന്നിറങ്ങിയപ്പോ അന്ന് ഞാൻ എയർപോർട്ടിലുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് പാർലമെന്റിൽ പറയുന്നത് പോലെ അല്ലല്ലോ സാഹചര്യം. അദ്ദേഹത്തിന് ഒരു വാക്കും പറയാനില്ലായിരുന്നു. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാണ്, പറയാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം മിണ്ടിയില്ല. AM ആരിഫ് കാശ്മീരിൽ പോയി അദ്ദേഹത്തോട് സ്വകാര്യമായിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ അദ്ദേഹം പറയും, നമ്മൾ പ്രചരിപ്പിച്ചതുപോലെയല്ല കാശ്മീരിലെ സ്ഥിതി. കാരണം കാശ്മീർ ഏറ്റവും കൂടുതൽ, അതായത് ഭരണഘടനയുടെ 370-ാം വകുപ്പുണ്ടായിരുന്ന കാലഘട്ടം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ആ കാലത്ത് അവിടെ ഉണ്ടായിട്ടുള്ള നിക്ഷേപം 12,000 കോടിയുടെ നിക്ഷേപമാണ്, വിദേശ നിക്ഷേപം. ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ 93,000 കോടിയുടെ വിദേശ നിക്ഷേപമാണ് കാശ്മീരിൽ ഉണ്ടായിട്ടുള്ളത്. അവിടെ തൊഴിലവസരങ്ങൾ അതിന്റെ ഫലമായിട്ടുണ്ടായി. നമ്മുടെ യൂസഫ് അലി ഉൾപ്പെടെ കാശ്മീരിലെ ആപ്പിൾ UAE-യിലേക്ക്, ദുബായിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ്. കാശ്മീരിലെ കുങ്കുമം ലോക മാർക്കറ്റിലെത്തുന്നു. കാശ്മീരിലെ വിവിധ കാർഷിക വിളകൾ, ആ കാർഷിക വിളകൾ ആപ്പിളും പൈനാപ്പിളും ജമന്തിയും ഉൾപ്പെടെയുള്ള നിരവധി വസ്തുക്കൾ, അതൊക്കെ ഇന്ന് ഇന്ത്യക്കകത്ത് മാത്രമല്ല ലോക കമ്പോളത്തിൽ അടക്കം എത്തുന്നു. ഇതിന്റെ എല്ലാം പ്രയോജനം ലഭിക്കുന്നവരായിട്ട് കാശ്മീരിലെ ജനങ്ങൾ മാറുന്നു. മാത്രമല്ല നോട്ട് നിരോധനം, ആ നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോ കള്ളപ്പണത്തിന്റെ ആ ഒഴുക്ക് കാര്യമായിട്ട് കുറഞ്ഞു. അങ്ങനെ കാശ്മീരിൽ വികസനത്തിന്റെ പുതിയ വാതായനങ്ങൾ, ആ വാതായനങ്ങൾ തുറന്നുകൊണ്ടാണ് ഭരണഘടനയുടെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതിലൂടെ കേന്ദ്ര സർക്കാർ അവിടെ കാശ്മീരിൽ പുരോഗതിക്ക് വേണ്ടിയിട്ട് അടിത്തറ പാകിയത്. അങ്ങനെ അതോടൊപ്പം ഇസ്ലാമിക ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവർ, ആ പിന്തുണയ്ക്കുന്നവര് ഭരണഘടനയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമായി, ഭരണഘടന പറഞ്ഞിട്ടുള്ളത് ഈ നാട്ടിൽ പിന്നോക്കാവസ്ഥ, സാമൂഹ്യ പിന്നോക്കാവസ്ഥ, ആ പിന്നോക്കാവസ്ഥയാണ് സംവരണത്തിന്റെ അടിസ്ഥാനം. സംവരണത്തിന്റെ അടിസ്ഥാനം സാമൂഹ്യമായിട്ടുള്ള പിന്നോക്കാവസ്ഥയാണ്. കാരണം നൂറ്റാണ്ടുകളായിട്ട് അധസ്ഥിതരായിട്ടുള്ള, നൂറ്റാണ്ടുകളായിട്ട് അടിമത്തത്തിൽ കഴിയുന്ന, നൂറ്റാണ്ടുകളായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടുള്ള സമുദായങ്ങൾ, ആ സമുദായങ്ങൾക്ക് മറ്റുള്ളവരോടൊപ്പം എത്താൻ, സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാൻ, അതിനു വേണ്ടിയിട്ടാണ് സംവരണം നടപ്പിലാക്കിയത്. ആ സംവരണം നടപ്പിലാക്കിയത് ഒരിക്കലും മതത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, ആ സർക്കാർ അതോടൊപ്പം സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയെ, ആ പിന്നോക്കാവസ്ഥയെ കണക്കിലെടുത്തുകൊണ്ട് സമൂഹത്തിന്റെ സാമ്പത്തികമായിട്ട് പിന്നോക്കമായിട്ട് നിൽക്കുന്ന, സാമൂഹ്യമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കുൾപ്പെടെ സംവരണത്തിന്റെ ആനുകൂല്യങ്ങൾ നൽകാനുള്ള നടപടികൾ എടുത്തു. പക്ഷേ കോൺഗ്രസ് ശ്രമിച്ചത്, ഇപ്പോഴും കോൺഗ്രസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മതസംവരണം, മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും സൂചിപ്പിച്ചിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാതാക്കൾ ഒരിക്കലും തന്നെ അങ്ങനെയുള്ളൊരു വിലയിരുത്തൽ നടത്തിയിട്ടില്ല.
മതത്തിന്റെ പേരിൽ ആരും വിവേചനം നേരിടുന്നില്ല, ആരും പിന്നോക്കമായിട്ട് മാറുന്നില്ല. പക്ഷേ ആ മതസംവരണം നടപ്പിലാക്കാൻ മുൻകൈയെടുത്തിട്ടുള്ള ആ ആളുകളാണ് ഭരണഘടനയുടെ തത്വങ്ങളെ മുഴുവൻ തന്നെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത്. മതസംവരണത്തിനെതിരായിട്ട് സുപ്രീം കോടതി നിലപാടെടുത്തതിനു ശേഷവും ഈ രാജ്യത്തെ നീതിന്യായ കോടതികൾ അടക്കം നിലപാടെടുത്തതിന് ശേഷവും ആ മതസംവരണത്തെ പിന്തുണയ്ക്കുന്ന ആ സമീപനമാണ് ഇന്നും കോൺഗ്രസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തുൾപ്പെടെ ഈ മതത്തിന്റെ പേരിൽ അവർ നേടുന്ന വോട്ട് ബാങ്ക്, ആ വോട്ട് ബാങ്കിന്റെ ബലത്തിൽ ഭരണത്തിൽ തുടരാം എന്നുള്ള, എക്കാലവും തുടരാൻ കഴിയുമെന്നുള്ള ആ വ്യാമോഹമാണ് ഈ തരത്തിൽ അവരെ ഇങ്ങനെയുള്ള നിലപാടുകൾ എടുക്കാൻ അവർക്ക് എന്നും പ്രേരണ നൽകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ അഭിനവ രാജകുമാരി, കാരണം രാജകുമാരി എന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ തന്നെ അവർ വയനാട്ടിൽ പ്രചരണത്തിന് വന്നപ്പോ അവരുയർത്തിയ വിഷയങ്ങൾ, വയനാടിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളല്ല മാധ്യമങ്ങൾ എഴുതിയത്. അവർക്ക് എത്ര സാരിയുണ്ട്, ആ സാരി എങ്ങനെയാണ് മടക്കി വെച്ചിരിക്കുന്നത്, ഇതൊക്കെയാണ് മാധ്യമങ്ങൾ എഴുതിയത്. കോൺഗ്രസ് അവതരിപ്പിച്ചിരിക്കുന്നത് ഞങ്ങളുടെ രാജകുടുംബത്തിലെ ഏറ്റവും ഒടുവിലത്തെ ഇന്ദിരാഗാന്ധിയുടെ മൂക്കുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എന്താ മൂക്ക് മാത്രം, അങ്ങനെയുള്ള പല ചോദ്യങ്ങളും പല ആൾക്കാർ ചോദിക്കും. പക്ഷെ അതവിടെ നിൽക്കട്ടെ. ഈ കോൺഗ്രസിന്റെ രാജകുടുംബം, ആ രാജകുടുംബത്തിലെ അംഗം, ആ രാജകുമാരി കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെന്റിൽ പാലസ്തീനെ പിന്തുണച്ചുകൊണ്ടുള്ള ബാഗുമായിട്ട് വന്നു. പാലസ്തീനെ പിന്തുണച്ചുള്ള ബാഗുമായിട്ട് വന്നപ്പോ അതിനെ അഭിനന്ദിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്ത ആളാരാണെന്നറിയോ? പാകിസ്ഥാനിലെ മന്ത്രി പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവിന്റെ കൊച്ചുമകള് ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ധൈര്യം കാണിക്കും. കാരണം പാകിസ്ഥാനിലെ മന്ത്രിക്കാണല്ലോ ജവഹർലാൽ നെഹ്റു എത്രമാത്രം അവർക്ക് ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്നത്. അതുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ കൊച്ചുമകൾ, ആ കൊച്ചുമകൾ പാലസ്തീന്റെ ബാഗുമായിട്ട് പാർലമെന്റിൽ വന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ തന്നെ വലിയ പടം, വലിയ തലക്കെട്ട്. ഞാൻ ചോദിക്കട്ടെ, 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഒരൊറ്റ ദിവസം പാലസ്തീനിലെ ഹമാസ് തീവ്രവാദികൾ കൊന്നൊടുക്കിയത് 41,700 ഇസ്രായേലികളെയാണ്. ഒരൊറ്റ ദിവസം ഭീകരവാദികൾ കൊന്നത് ഇസ്രായേലിലെ നിരപരാധികളായിട്ടുള്ള, നിഷ്കളങ്കരായിട്ടുള്ള, സാധാരണക്കാരായിട്ടുള്ള 41,700 പേരെയാണ്. ആ ഇസ്രായേലികളോട് സഹാനുഭൂതി പ്രകടിപ്പിക്കാൻ എന്താ കോൺഗ്രസിന്റെ അഭിനവ രാജകുമാരി താല്പര്യം കാണിക്കാത്തത്? എന്താ പലസ്തീനികളോട് മാത്രം ഈ താല്പര്യം കാണിക്കുന്നത്? ഇസ്രായേലി പെൺകുട്ടികളെ മൃഗങ്ങളെപ്പോലെ ബലാത്സംഗം ചെയ്ത് ട്രക്കുകളിൽ കയറ്റി പോകുന്ന ദൃശ്യം, ആ ദൃശ്യം ലോകം മുഴുവൻ കണ്ടിട്ടുണ്ട്. മൃഗങ്ങൾ പോലും ചെയ്യാത്ത ക്രൂരത, ആ ക്രൂരതയാണ് ഇസ്രായേലി പെൺകുട്ടികളോട് ഹമാസ് ഭീകരവാദികൾ കാണിച്ചത്. പക്ഷെ ആ ഹമാസ് ഭീകരവാദികളെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിന്റെ തെരുവീഥികളിൽ പ്രകടനം നടത്താൻ കൂടുനിന്നത്, അതിന് സംരക്ഷണം നൽകിയത് കേരളത്തിന്റെ ഭരണപക്ഷവും പ്രതിപക്ഷത്തും നിൽക്കുന്ന ആളുകളാണ്. എന്തുകൊണ്ട്? ഇസ്രായേലിലെ പെൺകുട്ടികള്, ആ പെൺകുട്ടികൾക്കും മനുഷ്യാവകാശങ്ങളില്ലേ? അവർക്കും മാനമില്ലേ? അവർക്കും ജീവിക്കാനുള്ള അവകാശമില്ലേ? ഇസ്രായേലി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം, ആ സാഹചര്യം ഇന്നും നിലനിൽക്കുന്നു.
പ്രിയങ്ക വാദ്രയ്ക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. അവരുടെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പ്രിയങ്ക വാദ്രയ്ക്ക് മിണ്ടാനില്ല. ഇതാണ് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ്. ഒരു വശത്ത് ഇസ്രായേലികളുടെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് മിണ്ടാട്ടമില്ല, മറുവശത്ത് പാലസ്തീനെ കുറിച്ച് കണ്ണീരൊഴുക്കും. പാലസ്തീനു വേണ്ടിയിട്ട് തോളിൽ സഞ്ചിയുമായിട്ട് വരും. മാത്രമല്ല, നമ്മുടെ നാട്ടില് കുറച്ചു കാലം മുമ്പ് കേരള സ്റ്റോറി എന്നുള്ള പേരിൽ ഒരു സിനിമ ഇറങ്ങി. ആ സിനിമയെ പറ്റിയിട്ട് കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസിന്റെയും CPM-ന്റെയും നേതൃത്വത്തിലുള്ള മുന്നണികൾ, ആ മുന്നണികൾ ഉണ്ടാക്കിയിട്ടുള്ള കോലാഹലം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതൊക്കെ പോട്ടെ, നമ്മുടെ പാലായിലെ അഭിമന്യനായിട്ടുള്ള ബിഷപ്പ് അദ്ദേഹത്തിന്റെ പള്ളിക്കകത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ സമുദായാംഗങ്ങളോട് പറഞ്ഞു, അവര് എന്തൊക്കെ കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം എന്നുള്ളത് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ജിഹാദ് പല രൂപത്തിലുണ്ട്. നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോ അന്ന് ആ പള്ളി അരമനയിലേക്ക് പ്രകടനം നയിച്ച ആളുകൾ ആരൊക്കെയായിരുന്നു നമുക്കറിയാം. അതിന് പിന്തുണ നൽകിയ ആളുകൾ ആരൊക്കെയായിരുന്നു എന്നറിയാം. അതിന് സംരക്ഷണം നൽകിയ ആളുകൾ ആരൊക്കെയാണെന്ന് പറയാം. ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭീകരവാദികളെ ആരൊക്കെ പിന്തുണച്ചാലും ശരി, ആ ഭീകരവാദികളോട് നരേന്ദ്രമോദി സർക്കാരിന്റെ നയം, ആ നയം ഭീകരവാദികളോടുള്ള അങ്ങേയറ്റത്തെ അസഹിഷ്ണുത, സീറോ ടോളറൻസ് എഗെയിൻസ്റ്റ് ടെററിസം, ഭീകരവാദികളോട് സന്ധിയില്ലാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം, ആ സമീപനമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ട് രാജ്യത്തിനെതിരായിട്ട്, രാജ്യത്തെ ജനങ്ങൾക്കെതിരായിട്ട് ആയുധമെടുക്കുന്നവരെ അടിച്ചമർത്തുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. അത് നരേന്ദ്രമോദി സർക്കാരിന്റെ നയമാണ്. ആ കാര്യത്തിൽ ഒരടി പോലും പിന്നോട്ട് പോകാൻ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സർക്കാർ, ആ സർക്കാർ ഒരടി പോലും പിന്നോട്ട് പോകില്ല. അതുകൊണ്ട് ബഹുമാന്യനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷാജി നിരവധി തവണ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഭീകരവാദികളോടുള്ള നിലപാടിന്റെ കാര്യത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാരിന്റെ നിലപാട്, ചിലർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു, 240 സീറ്റായപ്പോ നരേന്ദ്രമോദിയുടെ നട്ടലിന്റെ ബലം കുറച്ച് കുറയും. ചില ആളുകളൊക്കെ പറഞ്ഞല്ലോ, ഇവിടെ കേരളത്തിലെ ചാനൽ ചർച്ചകളിലൊക്കെ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നടന്ന ചർച്ചയിൽ മുഴുവൻ വന്നത് എന്താ, ഇനി നരേന്ദ്രമോദിക്ക് പഴയതുപോലെയൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം 303 283 സീറ്റില്ല, 240 സീറ്റേ ഉള്ളൂ. പക്ഷേ അതിനുശേഷമാണ് വഖഫ് ഭേദഗതി നിയമം വന്നിട്ടുള്ളത്. അതിനുശേഷമാണ് ഇപ്പോ വൺ നേഷൻ വൺ ഇലക്ഷൻ നിയമം, ആ നിയമം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ചില ആളുകൾ ഇപ്പൊ പറയുന്നത് എന്താ, അവതരിപ്പിച്ചു, പാസ്സാക്കാനുള്ള ഭൂരിപക്ഷമില്ല. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പാർലമെന്റിലുണ്ടായിരുന്ന കാലത്ത് ഇതുപോലത്തെ പല നിയമങ്ങളുടെയും കാര്യത്തിൽ, ഭരണഘടനയിലെ 370-ാം വകുപ്പിന്റെ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്നത്, ഇതൊക്കെ പ്രസംഗിക്കാൻ പറ്റും, പക്ഷെ നടപ്പിലാക്കാൻ പറ്റില്ല. അതിനുള്ള ഭൂരിപക്ഷം, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ഭൂരിപക്ഷം BJPക്ക് പാർലമെന്റിലില്ല. പക്ഷേ കാശ്മീരുകാരനായിട്ടുള്ള ഗുലാം നബി ആസാദ് പ്രതിപക്ഷ നേതാവായിരുന്ന അന്നത്തെ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ആ ദിവസം ഗുലാം നബി ആസാദിന്റെ മുഖം എങ്ങനെ വിളറി വെളുത്തു എന്ന്. കാരണം ഗുലാം നബി ആസാദ് മുൻനിരയിൽ ഇരിക്കുന്നു, പ്രതിപക്ഷ നേതാവ് കാശ്മീർകാരനാണ്. അദ്ദേഹത്തിന്റെ ചീഫ് വിപ്പ് ഭുവനേശ്വർ കലിത, അദ്ദേഹത്തിന്റെ സീറ്റ് തൊട്ട് പിന്നിലാണ്. പാർലമെന്റ് തുടങ്ങിയപ്പോ അന്നത്തെ ഉപരാഷ്ട്രപതി, രാജ്യസഭയുടെ ചെയർമാൻ, ആ രാജ്യസഭയുടെ ചെയർമാൻ ശ്രീ വെങ്കയ്യ നായിഡുജി രാജ്യസഭയിൽ വന്ന് ആദ്യം പ്രഖ്യാപിച്ചത്, എനിക്കൊരു പ്രഖ്യാപനം നടത്താനുണ്ട്. കോൺഗ്രസിന്റെ ചീഫ് വിപ്പായിരുന്ന ഭുവനേശ്വർ കലിത കോൺഗ്രസ് രാജ്യസഭാംഗത്വം രാജിവെച്ച കത്ത് എനിക്ക് തന്നിട്ടുണ്ടെന്നാണ്. ഗുലാം നബി ആസാദ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ആ സീറ്റിൽ ഇരിക്കേണ്ട ആൾ അവിടെ ഇല്ല എന്ന് മനസ്സിലായത്. കാരണം അദ്ദേഹം കൊടുത്ത വിപ്പ്, ആ വിപ്പ് അതോടുകൂടി അസാധുവായി.
അതുകൊണ്ട് കോൺഗ്രസുകാര് നരേന്ദ്രമോദിയെ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. നരേന്ദ്രമോദി ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനിച്ചത് 100% നടപ്പിലാക്കുന്നത് വരെ ആ നിലപാടിനോടൊപ്പം നിന്ന് നടപ്പിലാക്കുന്ന ആളാണ്, അത് ഏത് കാര്യത്തിലാണെങ്കിലും. അതുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല അടുത്ത തെരഞ്ഞെടുപ്പ് മുതൽ 1 നേഷൻ 1 പോൾ വരുമെന്ന്. നരേന്ദ്രമോദി സർക്കാർ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് 2034 തെരഞ്ഞെടുപ്പുകൾ, ലോക്സഭയുടെയും നിയമസഭയുടെയും തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടക്കും. ആർക്കും സംശയം വേണ്ട, അതുവരെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, ആ സർക്കാർ ഈ രാജ്യത്ത് ഭരിക്കും. അതുകൊണ്ടാണ് ഇന്നലെ അമിത്ഷാജി ഖർഗെജിയോട് പറഞ്ഞത്, മല്ലികാർജുൻ ഖർഗെ പറഞ്ഞത്, അമിത്ഷാ രാജിവെക്കണം. അമിത്ഷാജി പറഞ്ഞു, ഞാൻ രാജിവെക്കാം, പക്ഷെ രാജിവെച്ചത് കൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യത്യാസം വരില്ല. ഇനിയും 15 കൊല്ലം നിങ്ങൾ അവിടെ തന്നെയായിരിക്കുള്ളൂ പ്രതിപക്ഷത്ത്. അതുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം, അതുകൊണ്ട് ആ സമീപനം നരേന്ദ്രമോദി സർക്കാരിന്റെ ആ നിലപാട് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ മുന്നോട്ട് പോകും. രഞ്ജിത്ത് ശ്രീനിവാസന്റെ ബലിദാനം, ആ ബലിദാനം എന്നും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അതിന് കാരണക്കാരായിട്ടുള്ള ആളുകളോട് ഒരു തരത്തിലുള്ള ദയാവായ്പും ഉണ്ടാകില്ല എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമിക ഭീകരവാദത്തിന്റെ അടിവേരിറക്കുക എന്നുള്ളത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും സർക്കാരിന്റെ നിലപാടാണ്. അത് പൂർണ്ണമായും യാഥാർത്ഥ്യമാക്കുമ്പോഴാണ് രഞ്ജിത്ത് ശ്രീനിവാസനോടൊപ്പം പ്രവർത്തിച്ച നമുക്കെല്ലാവർക്കും നീതി ലഭിച്ചു എന്ന് തോന്നുക. അത് പൂർണ്ണമായും പ്രാവർത്തികമാക്കാൻ കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മക്കൾക്ക്, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് പൂർണ്ണമായും നീതി ലഭിച്ചു എന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയുക. അതുകൊണ്ട് സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളോടൊപ്പം ഈ കാര്യത്തിൽ ആശയപരമായിട്ടുള്ള പോരാട്ടം തുടരാനുള്ള ഉത്തരവാദിത്തം ഈ നാട്ടിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും പ്രവർത്തകരോടൊപ്പം, ഈ നാട്ടിലെ ദേശീയവാദികളായിട്ടുള്ള മുഴുവൻ ആളുകളോടൊപ്പം, ഈ നാട്ടിലെ സമാധാനപ്രിയരായിട്ടുള്ള, ലോകത്ത് പല രാജ്യങ്ങളിലും ഇസ്ലാമിക ഭീകരവാദം ആ രാജ്യത്തെ എങ്ങനെ മാറ്റി എന്നുള്ളതിന്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അഫ്ഗാനിസ്ഥാനെയും സിറിയയും പോലെയുള്ള രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെയൊക്കെ സ്ഥിതി എന്തായി എന്ന് നമുക്കറിയാം. ഈ നാട് അനീതിയെയും അക്രമത്തിനെയും ഭയമില്ലാതെ തുറന്നു നിൽക്കുന്ന സമീപനം, ആ സമീപനം സ്വീകരിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് അണിനിരക്കണം. അതിലൂടെയാണ് ഭീകരവാദത്തിന്റെ അടിവേരിറക്കാൻ സാധിക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം പ്രിയപ്പെട്ട ഷോൺ ജോർജ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഏറെ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ജില്ലാധ്യക്ഷൻ പറഞ്ഞേട്ടൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗവും പാർട്ടിയുടെ സമുന്നത നേതാവുമായ ശ്രീ വി മുരളീധരൻ അവരുടെ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനീയരെ സഹപ്രവർത്തകരെ, വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ന് 3 മണിയായപ്പോൾ ഞാൻ ജില്ലാ പ്രസിഡന്റ് വിളിച്ചപ്പോൾ പരിപാടി നടക്കുന്നതായിട്ട് അറിഞ്ഞു. അങ്ങനെ യാദൃശ്ചികമായി ഇവിടെ എത്തിയതാണ്. ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, എന്നാൽ ധാരാളം കേട്ടിട്ടുള്ള ശ്രീ രഞ്ജിത്തേട്ടൻ, എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിന്റെ വളരെ വേണ്ടപ്പെട്ട അടുത്ത സുഹൃത്തായിരുന്നു രഞ്ജിത്തേട്ടൻ. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും,
ഇന്ന് അദ്ദേഹമാണെങ്കിൽ ഇന്ന് കേരളം പോകുന്ന ഈ സാഹചര്യം മുമ്പോട്ട് കൂടിയാൽ നാളെ നമ്മൾ ഓരോരുത്തരുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ മുരളീധരൻ സൂചിപ്പിച്ചു, ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളെ ഏറെ അടുത്തു മനസ്സിലാക്കിയ ഒരു വ്യക്തി ആണ് ഞാൻ. അത് ഞാൻ ഈരാറ്റുപേട്ടക്കാരനായതുകൊണ്ട് മാത്രമല്ല, 2016 തെരഞ്ഞെടുപ്പിൽ രഞ്ജിത്തേട്ടന്റെ ഉൾപ്പെടെയുള്ള മരണത്തിന് കാരണക്കാരായ SDP-യുടെ പിന്തുണയോടുകൂടി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തിയാണ് ഞാൻ. ഏറെ കുറ്റബോധത്തോടുകൂടി തന്നെ പറയട്ടെ, 2 വർഷക്കാലത്തിനുള്ളിൽ നിങ്ങളുടെ നിലപാടുകൾ ശരിയല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ 2021 തെരഞ്ഞെടുപ്പിൽ വളരെ ആസൂത്രിതമായി പൂഞ്ഞാറ നിയോജകമണ്ഡലത്തിലുള്ള 28,000 ഇസ്ലാം വോട്ടുകളും PC ജോർജിനെതിരായി സമാഹരിച്ച്, പ്രത്യേകിച്ച് ഇലക്ഷന്റെ തലേദിവസം ഒരു പ്രൈവറ്റ് സർവേ നടത്തി. ആ സർവേയിലൂടെ PC ജോർജിനെതിരായി ഒരുമിച്ച് വോട്ട് ചെയ്യാൻ, അതിനകത്ത് ഇടതുപക്ഷമില്ല, വലതുപക്ഷമില്ല, CPM ഇല്ല, കോൺഗ്രസ് ഇല്ല, ലീഗ് ഇല്ല, കേരള കോൺഗ്രസ് ഇല്ല, മുഴുവൻ ഇസ്ലാം വോട്ടുകളും ഒരുമിച്ച് ഒരൊറ്റ വ്യക്തിക്ക് കൊടുത്തുകൊണ്ടാണ് 2021 PC ജോർജിനെ പരാജയപ്പെടുത്തിയത്. അത് കേരള രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു ദിശയായിരുന്നു, ഒരു സൂചനയായിരുന്നു. 2021 ശേഷം നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ മനസ്സിലാകും, കേരളത്തിന്റെ ഇടത് വലത് മുന്നണികളുടെ ഏതെങ്കിലും ഒരു ജനപ്രതിനിധി ഏതെങ്കിലും ഒരു ഇസ്ലാമിക വർഗീയ സംഘടനകൾക്കെതിരെയോ തീവ്രവാദ സംഘടനകൾക്കെതിരെയോ വാ തുറക്കാൻ തയ്യാറായിട്ടില്ല. കാരണം അത് അവർ കൊടുത്ത ഒരു മുന്നറിയിപ്പായിരുന്നു. ഇവിടെ പാലക്കാട് തെരഞ്ഞെടുപ്പ് നമുക്കെല്ലാം അറിയാം. നമ്മുടെ ആളുകൾക്കൊക്കെ ഇപ്പോഴും ഒന്ന് വിഷമത്തോടുകൂടി ഓർക്കുന്ന ഒരു കാര്യമാണ്. ആ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി പരാജയം ഏറ്റുവാങ്ങി. ഞാൻ ആ പരാജയത്തെ അഭിമാനത്തോടുകൂടി കാണുകയാണ്. ആ നിയോജകമണ്ഡലത്തിൽ 44,000-ഓളം ഇസ്ലാം വോട്ടുകൾ ഉണ്ടായി. ആ 44,000-ഓളം വോട്ടുകളിൽ 38,000 വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു, വിദേശത്തു നിന്നുൾപ്പെടെയുള്ള കൊണ്ടുവന്നു. ഞാൻ ആ നാട്ടിൽ പ്രചരണത്തിന് പോയിട്ടുണ്ട്, നിങ്ങൾ പലരും അവിടെ വന്നിട്ടുണ്ടാകാം. അവിടെ ഒറ്റ മുദ്രാവാക്യം ഉണ്ടായിരുന്നുള്ളൂ, BJP-യെ ഏതു വിധേനയും തോൽപ്പിക്കുക. BJP തോറ്റില്ല എങ്കിൽ, അവിടെ ഏതെങ്കിലും സാഹചര്യത്തിൽ BJP ജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ നമ്മൾ ഇവിടെ വലിയ പ്രതിസന്ധിയിലേക്ക് ഇസ്ലാം സമൂഹം പോകും. ആ ഒരൊറ്റ പ്രചരണമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് പാർട്ടിയും അവിടെ നടത്തിയത്. അങ്ങനെ 38,000 വോട്ടും അവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ BJP-യുമായി നേരിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിൽ UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് കിട്ടി. ബാക്കി ആകപ്പാടെ UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് ബാക്കി കിട്ടിയത് 16,000 വോട്ടാണ്. ഈ 38,000 കഴിഞ്ഞാൽ UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് ഇതര സമുദായങ്ങളിൽ നിന്നും കിട്ടിയ വോട്ട് 16,000 വോട്ടാണ്. അവിടെ BJP പരാജയപ്പെട്ടു. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിലെ നാളത്തെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയൊരു ദോഷത്തെ കേരള സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടുവാൻ പാലക്കാടിന്റെ വിധി BJP-ക്ക് ഗുണകരമായി എന്ന് ഞാൻ പറയുന്നു. അടുത്ത 1.5 വർഷക്കാലം ഇന്ന് ഇവിടെ രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നിന്ന് നമ്മൾ പ്രതിജ്ഞയെടുക്കണം. ഇത് ഈ നാടിനെ കവർന്നു തിന്നുന്ന ഈ വിപത്തിനെതിരെ വലിയ രാഷ്ട്രീയ പ്രചരണം തുടങ്ങേണ്ട ഉത്തരവാദിത്വം എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കുമുണ്ട്. ഈ രക്തസാക്ഷിക്ക് മുമ്പിൽ നാളെ ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ, കേരളം മറ്റൊരു സിറിയയായി മാറാതിരിക്കുവാൻ ഈ പൊതുസമൂഹത്തിനോട് ഇത് വിളിച്ചു പറയേണ്ട കടമ നമുക്കുണ്ട്. ഇവിടെ ഉടനെ സൂചിപ്പിച്ചു, ഇവിടെ കേരളത്തിൽ അടുത്ത കാലത്ത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് പാസ്സായ പ്രമേയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. എന്താ? ഒന്ന്, ബാംഗ്ലൂർ സ്ഫോടന കേസിലും ആലുവ ബസ് കത്തിക്കൽ കേസിലും പ്രതിയായ മദനിയെ മോചിപ്പിക്കണം. ഒരുമിച്ച് പ്രമേയം പാസ്സാക്കി. ഇവിടെ ചേട്ടൻ സൂചിപ്പിച്ചു, വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കി, CAA-ക്കെതിരെ ഒരു പ്രമേയം പാസ്സാക്കി. എന്തിന്? കാശ്മീർ, ഇവിടെ മുതലേട്ടൻ സൂചിപ്പിച്ച പോലെ 370-ക്കെതിരെ ഇവിടെ പ്രമേയം പാസ്സാക്കി. ഞാനും ഇവിടെ കാശ്മീർ ഒന്ന് പോയായിരുന്നു. ചിമുങ്ങല, അനങ്ങാൻ പറ്റിയല്ല, നോക്കിയ വിവരം അറിയും. അതാണ് ഇന്ന് കാശ്മീരിലെ അവസ്ഥ. സമാധാനപരമായി കാശ്മീരിൽ നിന്ന് ഉറങ്ങുന്നു. കേരളത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മൾ വീമ്പ് പറയുന്ന കേരള സംസ്ഥാനത്തേക്ക് 2022-23 കാലഘട്ടത്തിൽ 1,80,00,000 പേര് ടൂറിസ്റ്റുകളായി എത്തിയെങ്കിൽ, ഇന്ന് 1,50,000 പേര് 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 1,50,000 പേര്
നരേന്ദ്രമോദിയുടെ കീഴിൽ ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്ത കാശ്മീരിലേക്ക് കഴിഞ്ഞ വർഷം ഒഴുകിയെത്തിയത് 1,98,00,000 വിദേശ പൗരന്മാരാണ്. ഇവിടെ CAA വന്നു. ആ CAAക്കെതിരെ നടന്ന പ്രചരണങ്ങൾ നിങ്ങൾക്കറിയാം. ഞാനൊക്കെ അതിനകത്ത് പങ്കാളിയായവരാണ്. എന്താണ് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്ന ഓരോ നിയമവും ഈ നാട്ടിലെ സാധാരണക്കാർക്കെതിരായ, ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള നിയമങ്ങളായി ഈ നാട്ടിൽ ചിത്രീകരിക്കപ്പെട്ടു. ഞാനും അത് വിശ്വസിച്ചിട്ടുണ്ട്. കാരണം ഈ ഗുജറാത്തിൽ നിന്നും വരുന്ന ഈ ഭീകരൻ ഇന്ത്യ വിഴുങ്ങി ഇവിടെയുള്ള മതന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയും മുസ്ലിമിനെയും കൊന്നൊടുക്കാൻ വരുന്ന ഭീകരനാണ് എന്ന് തന്നെ ഉള്ള പ്രചരണത്തിൽ ഈ നാട്ടിലെ ഏതൊരു ന്യൂനപക്ഷക്കാരനെ പോലെയും കുറച്ചൊക്കെ വിശ്വസിച്ച ആളാണ്. സത്യം, കുറച്ചൊക്കെ വിശ്വസിച്ച ആളാണ്. പൗരത്വ ഭേദഗതി നിയമം വന്നു. ഇവിടെ എന്ത് സംഭവിച്ചു? ഇന്ത്യയിൽ ആദ്യമായി പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ പൗരത്വം ലഭിച്ചത് ഇസ്ലാം സഹോദരനാണ്. ഇവിടെ ഏതെങ്കിലും ഇസ്ലാമിലെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായോ? എന്ന് മാത്രമല്ല, ലോകത്തെ ഏറ്റവും അധികം ഇസ്ലാം സഹോദരങ്ങൾ ജീവിക്കുന്ന രണ്ടാമത്തെ രാജ്യമായ ഇന്ത്യ മഹാരാജ്യത്ത് 20 കോടിയിലധികം ഇസ്ലാം സഹോദരങ്ങൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് ലോകരാജ്യങ്ങൾ ഇന്നെടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ ചുറ്റുമുണ്ടല്ലോ. ശരീഅത്ത് നിയമം നടപ്പിലാക്കുന്ന കുറെ രാജ്യങ്ങൾ നമ്മുടെ ചുറ്റുമില്ലേ? പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടെ. ഞാൻ ഇന്നൊരു BJP-കാരൻ എന്ന നിലയിൽ, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അഭിമാനത്തോടുകൂടി പറയട്ടെ, ഇന്ന് ലോകരാജ്യങ്ങളിൽ ഇസ്ലാം സഹോദരങ്ങൾ സമാധാനകരമായി കിടന്നുറങ്ങുന്ന രാജ്യം നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ്. അപ്പൊ അത് സഹിക്കുന്നില്ല. ഏത് വിധേനയും ഞാൻ ഇന്നലെ എന്റെ വണ്ടി സർവീസിന് കൊടുത്തപ്പോ എനിക്ക് അങ്ങോട്ടേക്ക് സർവീസ് സെന്ററിലോട്ട് പോകാൻ മാർഗമില്ലാതെ ഞാനൊരു യൂബർ എടുത്തു. ആ യൂബറിലെത്തിയപ്പോ ആ ചെറുപ്പക്കാരൻ, ഒരു അഫ്സൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു മുസ്ലിം സഹോദരനാണ് ഈ യൂബറുമായി വന്നത്. സ്വാഭാവികമായി നമ്മള് വണ്ടിയിൽ കയറുമ്പോൾ വണ്ടിയിലിരിക്കുന്ന ആളോട് സംസാരിക്കും. ഈ കണ്ണാടിക്കൂടെ നോക്കിയപ്പോൾ ചേട്ടനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഫോൺ, ആ PC ജോർജ് സാറിന്റെ മകനല്ലേ? അതെ, ഞാൻ കണ്ടിട്ടുണ്ട് ചേട്ടനെ, അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്, സന്തോഷം. അപ്പോ ഞാൻ പറഞ്ഞു, എവിടെയാ വീട്? മലപ്പുറത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ലീഗിന്റെ സ്വാധീനം ഇച്ചിരി അവിടെ കുറഞ്ഞല്ലേ? അപ്പൊ ആർക്കാണ് കൂടുതൽ സ്വാധീനം ഉണ്ടായത്? ഈ SDP-ക്കും ജമാഅത്തെ ഇസ്ലാമിക്കാണോ? എന്നെ പൊന്നിയേട്ട ഇവന്മാരെ ഞങ്ങളുടെ നാട്ടിൽ കയറ്റിയല്ല. അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ കാര്യമാണ്, ഈ ഞങ്ങളുടെ നാട്ടിൽ ഇവന്മാരെ കയറ്റിയല്ല. അവിടെ ബാക്കി ഇതര സംഘടനകളൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഇവന്മാരെ കയറ്റിയല്ല. പക്ഷെ ഇവന്മാര് കായംകുളത്തുണ്ട്, ഇവന്മാർ ആലപ്പുഴയിലുണ്ട്, ഇവരുടെ ഇരാറ്റുപേട്ടയിലുണ്ട്, ഇവര് പത്തനംതിട്ടയിലുണ്ട്. എന്താണ്? ഇസ്ലാം മതവിഭാഗം കുറവുള്ള മൈനോറിറ്റിയായ സ്ഥലങ്ങളിൽ അവർ വലിയ പ്രചരണം നടത്തുന്നു, ഞങ്ങൾ സുരക്ഷിതരല്ല. ഇരാറ്റുപേട്ടയിൽ വലിയ രീതിയിൽ SIP ഉണ്ട്. എന്താണ്? ഇരാറ്റുപേട്ടയ്ക്ക് ചുറ്റും കിടക്കുന്ന ഇതര സമുദായങ്ങളാണ്. അപ്പൊ അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കിയാണ് ഇവർ പാർട്ടി നടത്തുന്നത്. എന്നാൽ ഇസ്ലാം സഹോദരങ്ങൾ 98% ജീവിക്കുന്ന മലപ്പുറത്തും കോഴിക്കോടും താരതമ്യേന SDPI ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾ ദുർബലമാണ്. നമ്മൾ മനസ്സിലാക്കണം. ആലപ്പുഴയിലുണ്ട്, അവലും മരം മുന്തിരിക്കൊക്കെ പുകച്ചുണ്ട്. അത് നന്നായിട്ട് പുകയുന്നുണ്ട് എന്ന് ഇവന്മാരൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. ഇവന്മാരന്ന് വിതച്ച, ഇവന്മാരന്ന് മുദ്രാവാക്യം വിളിച്ച അവനും മരനും കുന്തിരിക്കുമൊക്കെ നന്നായിട്ട് പുകയുന്നുണ്ട്, ഞങ്ങൾ പുകയ്ക്കുന്നുണ്ട് എന്ന് ഇവന്മാർ മനസ്സിലാക്കിയാൽ നല്ലതാണ്. ഒരു കാര്യം തീർത്തു പറയാം, ഈ നാട്ടിൽ നിങ്ങൾ ഇടത് വലത് മുന്നണികൾ പാലും പണവും കൊടുത്ത് വളർത്തുന്ന ഈ തീവ്രവാദം നിങ്ങളുടെ കൈക്ക് കൊത്താൻ കാലതാമസമില്ല എന്ന് സ്വയം ശക്തരായി എന്ന് ഇവർക്ക് തോന്നുന്ന, ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് തോന്നുന്ന നിമിഷം അവർ ഒരുമിക്കും. അവരൊരുമിക്കുമ്പോ പിണറായി വിജയനും കാണുകയില്ല, VD സതീശനും കാണുകയില്ല. ഇപ്പൊ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായി മുനമ്പത്ത് വന്ന് മുരളിയേട്ടൻ സന്ദർശിച്ചതിന്റെ പിറ്റേ ദിവസം വീണ്ടും VD സതീശനോട് വന്നു. ഞങ്ങളുടെ എല്ലാ പിന്തുണയും മുനമ്പം ജനതയ്ക്കാണ്. അതിന്റെ പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തിയ താമസം അവിടെ നിന്നും KM ഷാജി പറഞ്ഞു, അത് പ്രതിപക്ഷ നേതാവിന്റെ മാത്രം അഭിപ്രായമാണ്. ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ നേതാവെന്നാണ് ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ളത്. അങ്ങനെ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം വ്യക്തിപരമാണ് എന്ന് കേൾക്കുന്ന കേരള ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗ് നിലപാട് സ്വീകരിച്ചത്. പിറ്റേ ദിവസം എന്താ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? ഞാന് ലീഗുമായിട്ട് തർക്കത്തിലില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ നിലപാടിന് അംഗീകരിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. അങ്ങനെ ഈ നാടിനെ അടിയറ വയ്ക്കുക,
ശരിയാണ്, പോപ്പുലേഷൻ വൈസ് ഇത്ര കൂടിപ്പോകുന്നുണ്ട്, അതാണ് പ്രശ്നം. ഇപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വലതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഇപ്പോ ഈ പ്രീണനത്തോടെ മാത്രമേ ഇനി അധികാരത്തിൽ വരാൻ കഴിയൂ. ഇവിടെ മറുവശത്ത് BJP ഒരു ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ ശക്തിയെ കൂടെ നിർത്തേണ്ടവർ മാത്രമേ ഇനി അധികാരത്തിൽ വരാൻ കഴിയൂ എന്നുള്ള നിർബന്ധത്തിൽ എന്ന ധാരണയിൽ മാറി മാറി പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ലജ്ജ തോന്നി. ഇവിടെ ചേട്ടൻ സൂചിപ്പിച്ചു, പാലസ്തീനില് സ്ത്രീകളും കുട്ടികളൊക്കെ രക്തത്തെ കുറിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ കുളിരൊന്നും നമുക്ക് വരാറില്ല. നമ്മൾ മനുഷ്യരാണ്. സ്ത്രീകളും കുട്ടികളും ബോംബ് സ്ഫോടനത്തിലും കെട്ടിടം തകർന്നൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കും വലിയ ബുദ്ധിമുട്ടുണ്ട്. അത് ഇസ്രായേലാണെങ്കിലും പാലസ്തീനാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇവിടെ ചിലർക്ക് ഈ പാലസ്തീനിലെ രക്തം കാണുമ്പോഴേ ചോര വിളക്കൂ. പാലസ്തീന് മാത്രമേ ഇവർക്ക് വിഷമമുള്ളൂ. തൊട്ടടുത്ത രാജ്യത്ത് നമ്മുടെ ബംഗ്ലാദേശിൽ അവിടം വരെ ഒന്നും പോകണ്ട, 10,000-16,000 കിലോമീറ്റർ ഒന്നും പോകണ്ട. നമ്മുടെ രാജ്യത്തോട് ചേർന്ന ഭാരതത്തിന്റെ പുത്രന്മാരായ ബംഗ്ലാദേശ് നമ്മുടെ സഹോദരന്മാർ, അവിടെയും ഈ പീഡനം നടക്കുന്നില്ലേ? അവിടുത്തെ വാർത്തകൾ പുറത്തു വന്നിട്ടില്ലേ? മുഖ്യമന്ത്രിക്കൊന്ന് സഹതപിക്കാൻ മേലെ. അവിടേക്ക് പ്രമേയമില്ല, നിയമസഭയിൽ അനുശോചനമില്ല. പാലസ്തീനിൽ നിന്നും ഹമാസ് ഹിസ്ബുള്ള നേതാവിനെ കോഴിക്കോടെത്തി പ്രസംഗിപ്പിക്കാൻ ധൈര്യം കാണിച്ചിരിക്കുന്നു. ഇവനൊക്കെ പിടിച്ച് അകത്തിടണം. ഇനി ഇത് അനുവദിച്ചുകൂടാ. ഇസ്ലാമിക ഭീകര സംഘടനകളല്ല, രാജ്യവിരുദ്ധ സംഘടനകളാണിത്. ആ രാജ്യവിരുദ്ധ സംഘടനകളെ ഇനി മുമ്പോട്ട് ചലിക്കാൻ അനുവദിക്കില്ല. അങ്ങനെ മുമ്പോട്ട് പോയാൽ ഈ രാജ്യം തന്നെ നിങ്ങൾ കുട്ടിച്ചോറാക്കാനുള്ള പ്ലാനും പദ്ധതിയുമായിട്ടാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഈ രക്തസാക്ഷിയുടെ മുമ്പിൽ, ഈ ബലിദാനിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രതിജ്ഞയെടുക്കണം. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ രാജ്യത്തെ, പ്രത്യേകിച്ച് കേരളത്തെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനുള്ള, ഇപ്പോഴും ഞാൻ പലപ്പോഴും പറയും, ഇവിടെ നമുക്ക് പലർക്കും നേരം വെളുത്തിട്ടില്ല. മതേതരത്വത്തിന്റെ പാതയിലാണ്. ആ മതേതരത്വം ഈ നാട്ടിൽ നഷ്ടപ്പെട്ടിട്ട് 2 പതിറ്റാണ്ടായി. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതിലുപരി ഇവിടെ ഒരു പൊതുസമൂഹം, ഒരു നിഷ്പക്ഷ സമൂഹം ഇപ്പോഴും കോൺഗ്രസിന്റെ കപട മതേതരത്വത്തെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കപട മതേതരത്വത്തെ വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇപ്പോഴും ഇവിടെയുണ്ട്. അവിടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് നേരം വിളക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ഈ മതേതരത്വത്തെ, ഇവരുടെ മതേതരത്വത്തിന് മതേതരത്വം എന്നേ പറയാൻ കഴിയുള്ളൂ. ഈ മതേതരത്വത്തെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ ബലിദാനിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആ വലിയ കർത്തവ്യം നിർവഹിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. യോഗത്തിന് തുടക്കം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ജനജാഗ്രതാ സമ്മേളനത്തിന്റെ ആദരണീയനായിട്ടുള്ള അധ്യക്ഷൻ, പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ MP ഗോപകുമാർജി, അദ്ദേഹത്തിന് ഈ സമ്മേളനത്തിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. ഇന്ന് ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച ഏറെ ബഹുമാനനായിട്ടുള്ള, ആരാധ്യനായിട്ടുള്ള കേന്ദ്രമന്ത്രി, മുൻ കേന്ദ്രമന്ത്രി മുരളിയേട്ടന്, പി മുരളീധരൻജിക്ക് ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ യോഗത്തില് സംബന്ധിച്ചുകൊണ്ട് ഈ പൊതുസമൂഹത്തോട് ഈ കേരള സമൂഹം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് തുറന്നു പറഞ്ഞ OBC മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ NB രാധാകൃഷ്ണൻജിക്ക് ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആദരണീയനായിട്ടുള്ള അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻജിക്ക് ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ നാഷണൽ കൌൺസിൽ അംഗം, ഏറെ ആദരണീയനായിട്ടുള്ള വെളിയാകുളം പരമേശ്വരൻ ചേട്ടന് ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ടു. പാർട്ടിയുടെ മേഖലാ അധ്യക്ഷൻ ശ്രീ K സോമൻജിക്ക് ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. ഏറെ ബഹുമാനനായിട്ടുള്ള ശ്രീ സന്ദീപ് വാചസ്പതി, അദ്ദേഹത്തിന് ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗങ്ങളായിട്ടുള്ള ശ്രീ ഷോൺ ജോർജ്, ശ്രീ ബിപിൻ സി ബാബു എന്നിവർക്ക് ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗങ്ങൾ, കൌൺസിൽ അംഗങ്ങൾ, ജില്ലാ ഭാരവാഹികൾ അടക്കമുള്ള പാർട്ടിയുടെ മണ്ഡല ഭാരവാഹികൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള എല്ലാ ആളുകൾക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. വന്ദേമാതരം. ഈ ജനജാഗരണ സദസ്സ് ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി.